ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിന പങ്ക്തികന്ധരമുഖരാക്ഷസവീരന്മാരാൽ സന്തതം ഭാരേണ സന്തപ്തയാം ഭൂമിദേവി ഗോരൂപം പൂണ്ടു ദേവതാപസഗണത്തോടും സാരസാസനലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം. പങ്ക്തികന്ധരമുഖരാക്ഷസവീരന്മാരാൽ സന്തതം ഭാരേണ സന്തപ്തയാം ഭൂമിദേവി ഗോരൂപം പൂണ്ട് ദേവതാപസഗണത്തോടും സാരസാസനലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം. വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചാൾ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടീവ ചെന്നു വേദനം ചെയ്യുകയെന്നേ മറ്റൊരു വഴിയില്ല. സാരസോത്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോടാരൂഖഖേദം തമേമ കൂട്ടിക്കൊണ്ടങ്ങു പോയി. ക്ഷീരസാഗര തീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ ഭാവനയോടും കൂടി. പുരുഷ സൂക്തം കൊണ്ട് ദേവനെ സേവിച്ചിരുന്നിടിനാൻ വഴി പോലെ. അന്നേരം ഒരു 10,000 ആദിത്യന്മാർ ഒന്നിച്ചു കിഴക്കുതിച്ചുയരുന്നത് പോലെ പത്മസംഭവൻ തനിക്കമ്പോടു കാണായി വന്നു. പത്മലോചനായ പത്മനാഭനെ മോദാൽ മുക്തന്മാരായുള്ളൊരു സിദ്ധയോഗികളാലും ദുർദശന്മാരായ ഭഗവത് രൂപം മനോഹിതം ചന്ദ്രികാമന്ദസ്മിത സുന്ദരാനന പൂർണ്ണ ചന്ദ്രമണ്ഡലം അരവിന്ദലോചനം ദേവം ഇന്ദ്രനീലാഭം പരമിന്ദിര മനോഹരം മന്ദീരവക്ഷസ്ഥലം വന്ദ്യമാനന്ദോദയം. ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. ജൂലൈ 19 വെള്ളിയാഴ്ച ദിവസമാണ്. കർക്കിടക രാമായണ മാസാചരണമാണ്. എല്ലാവർക്കും ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു ദിവസം നേരുന്നു. ഒപ്പം വാർത്തകളുടെ വലിയ ലോകത്തേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ്. ഒരുപാട് വാർത്തകൾ, നിരവധിയായിട്ടുള്ള വാർത്തകൾ നമ്മളെ തേടി എത്തുകയും ചെയ്യുന്നു. ഏറ്റവും പ്രധാനം അത് മഴ പലയിടങ്ങളിലും കുറഞ്ഞെങ്കിൽ പോലും അങ്ങോട്ട് വടക്കോട്ട് കൂടുതൽ മഴ രൂക്ഷമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്ത് മഴ തുടരുകയാണ്. കണ്ണൂർ, വയനാട്, പാലക്കാട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കാം, കണ്ണൂർ, വയനാട്, പാലക്കാട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകളിലാണ് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കാസർഗോഡ് അവിടെ കോളേജിൽ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്.
ബംഗാൾ ഉൾക്കടലിൽ പുതിയതായി ഒരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുന്നു എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. പലയിടത്തും വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കോട്ടയം മുതൽ കോഴിക്കോട് വരെ ഇന്ന് ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഓറഞ്ച് അലേർട്ട് ഉണ്ടെങ്കിലും എറണാകുളത്ത് മഴ കുറഞ്ഞു എന്നുള്ളതാണ് സാഹചര്യം. വെള്ളക്കെട്ടും കുറഞ്ഞു. ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഡാനി, ഈ മലബാറിലേക്ക് നല്ല മഴയുണ്ട്. ഇന്ന് പലയിടത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുമാണ്. എറണാകുളത്തെ സാഹചര്യം അത്യാവശ്യം ഭേദപ്പെട്ടതാണെന്ന് തോന്നുന്നു. വലിയ മഴയില്ല, നോർമലായി വരുന്നുവെന്ന് തോന്നുന്നു. എന്താണ് ഇപ്പോൾ എറണാകുളത്ത് നിന്നുള്ള വിവരം, ഡാനി? ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളിലും മഴയുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഇടവേളകൾ വലിയൊരു ആശ്വാസമായിരുന്നു. കാരണം കാര്യമായ രീതിയിലേക്ക് വെള്ളക്കെട്ടോ രൂപപ്പെടുത്തുന്നതിനോ അങ്ങനെ ഒന്നും തന്നെ കൊച്ചി നഗരത്തിൽ ഉണ്ടായിരുന്നില്ല. ഇന്നലെ മുതൽ തന്നെ കുറേ കൂടി ഭേദപ്പെട്ട ഒരു കാലാവസ്ഥയിലേക്ക്, ഒരു തെളിഞ്ഞ അന്തരീക്ഷത്തിലേക്കെങ്കിലും മാറിയിരിക്കുന്നു. ഇന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. ഒരു മഴയ്ക്ക് സാധാരണ മഴ എപ്പോഴും പെയ്യാവുന്ന ഒരു അവസ്ഥ തന്നെ നിന്നുകൊണ്ടുള്ളൊരു ഇടവേളകളാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇന്നിപ്പോൾ മഴയ്ക്ക് വലിയ സാധ്യത ഈ തുടക്കത്തിൽ കാണുന്നില്ല. ഇനി അങ്ങോട്ടും ഇത് തന്നെയാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുന്ന മഴ ഇടവേളകളിലാണെങ്കിലും ശക്തമായി തന്നെ മഴ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നഗരത്തിൻ്റെ പുറത്ത്, കൂടുതൽ നഗരത്തിലേക്ക് ആ രീതിയിലേക്ക് കൊച്ചിയിൽ വരുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വെള്ളക്കെട്ടാണ്. ഏത് സമയത്തും മഴ ഒന്ന് ശക്തമായാൽ പെട്ടെന്ന് എവിടെ വേണമെങ്കിലും വെള്ളക്കെട്ട് രൂപപ്പെടാവുന്ന ഒരു അവസ്ഥയാണ്. ഗതാഗത സംവിധാനങ്ങളടക്കം താറുമാറാവുന്ന ഒരു സ്ഥിതി അത് നമ്മൾ ഈ മൺസൂണിൻ്റെ തുടക്കത്തിൽ കണ്ടതാണ്. മണിക്കൂറുകൾ നീണ്ട മഴ കൊണ്ട് തന്നെ വലിയ രീതിയിലൊരു വെള്ളക്കെട്ട് നഗരത്തിൽ രൂപപ്പെടുകയും ചെയ്തു. പക്ഷേ ഈ തവണ ഇപ്പോൾ വന്നിരിക്കുന്ന ന്യൂനമർദ്ദവും തുടർച്ചയായുള്ള മഴയൊന്നും കാര്യമായ രീതിയിലേക്ക് നഗരത്തെ ബാധിച്ചില്ല എന്ന് വേണം ആശ്വാസകരമായിട്ട് തന്നെ പറയേണ്ടത്. വെള്ളം ഒഴുകിപ്പോകുന്നതിനും എല്ലാം തന്നെ അതിൻ്റെ ഒരു ഇടവേളകൾ സഹായകരമായിരുന്നു. ഒപ്പം തന്നെയും ഈ ഓപ്പറേഷൻ വാഹിനി എന്ന പേരിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ വലിയൊരു വിജയവും കൂടി ഇതിൻ്റെ ഒപ്പം എടുത്ത് പറയേണ്ടതാണ്. കാരണം അത് പുഴകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. പ്രത്യേകിച്ച് പെരിയാറിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന ഇടങ്ങളിലെല്ലാം തന്നെ തടസ്സങ്ങൾ, പലപ്പോഴും മരവും മണ്ണും കല്ലുമെല്ലാം രൂപപ്പെട്ടുകൊണ്ട് അത്തരം ഒഴുക്കുകൾ തടസ്സപ്പെടുന്ന സ്ഥിതിയുണ്ടായി. മുട്ടാർ പുഴയും ചങ്ങാടപ്പോക്ക് തോടും പേരണ്ടൂർ കനാലും ഇതെല്ലാം വന്ന് ചേരുന്ന ഇടങ്ങളെല്ലാം തന്നെ പലപ്പോഴും ഒഴുക്ക് നിലച്ചൊരവസ്ഥയിലേക്ക് മണൽത്തിട്ടകൾ രൂപപ്പെടുന്ന രീതിയെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ മാറി നന്നായിട്ട് തന്നെ ശുചീകരണങ്ങളെല്ലാം തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ അതിൽ മികവ് പുലർത്തിയതിൻ്റെ ഒരു അടയാളം കൂടിയാണ് ഈ സമയം വലിയ രീതിയിലുള്ളൊരു വെള്ളക്കെട്ട് ഇല്ലാതെ തന്നെ കടന്നുപോയത്. അതേസമയം പെരിയാറിലെ ഒരു ജലവിധാനം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലേക്ക് തന്നെ ഉയർന്നിരുന്നു. ഇന്നിപ്പോൾ കുറച്ചുകൂടിയൊക്കെ ഇന്നലെയും ഇന്നുമായിട്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ടൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. കുറച്ചുകൂടി മെച്ചപ്പെട്ടതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി താഴ്ന്ന രീതിയിലേക്ക്, ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് ഈ ദിവസങ്ങളിലൊന്നും തന്നെയും പോയിട്ടില്ല. പലപ്പോഴും ഉയരുന്ന ഒരു ട്രെൻഡ് കാണിച്ചെങ്കിലും പിന്നീട് അത് താഴേക്ക് വന്നിട്ടുണ്ട്. അത് ഇടുക്കി മേഖലയിൽ അടക്കം ലഭിക്കുന്ന വലിയ മഴ അവിടെ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കുത്തൊഴുക്കും വെള്ളം എല്ലാം വരുന്നത് അവസാനം വന്നിരിക്കുന്നത് ഈ പെരിയാറിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കിഴക്കൻ വെള്ളം വരുന്നുവെന്ന് ആളുകൾ പറയുന്നു. അല്ലെ ഇത് പെരിയാറിൽ കലങ്ങി മറിഞ്ഞ് ഒഴുകുന്ന ഒരു രീതി തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇവിടെ മഴ പെയ്യുന്നില്ലെങ്കിലും കാര്യമായ വെള്ളം പെരിയാറിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഭൂതത്താൻ അണക്കെട്ടും അതോടൊപ്പം തന്നെയാണ് മലങ്കര ഡാമും ഇതിൻ്റെ എല്ലാം തന്നെ ഷട്ടറുകൾ തുറന്ന് കൂടുതൽ വെള്ളം ഒഴുകിക്കളയുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ ആ ഒരു ജാഗ്രതാ നിർദ്ദേശമുള്ളത് പെരിയാറിൻ്റെ തീരങ്ങളിലുള്ളവർക്ക്, പ്രത്യേകിച്ച് ഏലൂർ തുടങ്ങിയ പാതാളം തുടങ്ങിയ മേഖലകൾ പെരിയാർ ഒഴുകിപ്പോകുന്ന ഇടങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ശ്രദ്ധിക്കണം എന്നുള്ളൊരു രീതിയിലേക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ മുൻകാലങ്ങളിൽ അവിടെ നിന്നെല്ലാം ആ സമയത്ത് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പലയിടത്തും ഒഴുക്ക് നിലച്ചൊരവസ്ഥ, വെള്ളം പെട്ടെന്ന് കയറുന്ന ഒരു രീതിയായിരുന്നു. ഇപ്പോൾ ഇക്കുറി അത് ഉണ്ടായിട്ടില്ല എന്നതെല്ലാം തന്നെ വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. അങ്ങനെ കാര്യമായ പ്രശ്നങ്ങൾ ഇതുവരെയും ജില്ലയിൽ സൃഷ്ടിക്കാതെ ഈ ഒരു ന്യൂനമർദ്ദ പാത്തി അത് കടന്നു പോകുന്നുണ്ട്. പക്ഷേ രൂക്ഷമായ മണ്ണിടിച്ചിൽ ഭീഷണിയും അതോടൊപ്പം തന്നെ ഈ മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റുമുണ്ടായത് അതാണ് നാശനഷ്ടങ്ങൾ കൂടുതൽ ഉണ്ടാക്കിയത്. ഭാഗികമായി 71 വീടുകളും പൂർണ്ണമായി 2 വീടുകളും ജില്ലയിൽ തകർന്നു.
മണ്ണിടിച്ചിൽ പലപ്പോഴും കിഴക്കൻ മേഖല കേന്ദ്രീകരിച്ച് മണ്ണിടിച്ചിലുണ്ടായി. നമുക്ക് പള്ളിക്കരയിലെ സംഭവങ്ങൾ അറിയാം. വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ വന്നു. തീർത്തും ആശങ്കപ്പെടുത്തുന്ന രീതിയാണ്. ഭാഗ്യം കൊണ്ടാണ് ഒരു വീട്ടുകാർ ഒന്നടങ്കം തന്നെ അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. അപ്പോൾ ഈ മണ്ണിടിച്ചിൽ ഭീഷണി ജില്ലയുടെ കിഴക്കൻ മേഖലയിലുണ്ട്. അത് ഈ മണിക്കൂറുകളായി മഴ പെയ്യുമ്പോൾ അത് മണ്ണ് നനഞ്ഞ് വലിയ തിട്ടകൾ അതെല്ലാം തന്നെ ഇടിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അത്തരം ചില മുന്നറിയിപ്പുകളെല്ലാം തന്നെ അത്തരം മേഖലകളിലെല്ലാം തന്നെ ജില്ലാ ഭരണകൂടം നൽകിയിരുന്നു എന്നതാണ്. ഒരു ക്യാമ്പ് മാത്രമാണ് തുറക്കേണ്ടി വന്നത്. അത് പറവൂര് കുറ്റിക്കാട്ടുകരയിൽ ആ മേഖലയിൽ ഈ പെരിയാറിന് തന്നെ കൈവഴികൾ ഒഴുകുന്നിടങ്ങളിലാണ്. അവിടേക്ക് വെള്ളം ഉയർന്നതിനെ തുടർന്നാണ്. പക്ഷേ ഉച്ചയ്ക്ക് തുറന്നു. പിന്നീട് അത് രാത്രിയോടുകൂടി തന്നെ വെള്ളം ഇറങ്ങി വീട്ടുകാർ അവിടേക്ക് തിരിച്ചു പോകുന്നു. 54ഓളം പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരെല്ലാം തന്നെ തിരിച്ചു പോകുന്നു. പിന്നീട് ക്യാമ്പ് തുറക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ പൊതുവിലെടുക്കുമ്പോൾ വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരവസ്ഥയില്ലാതെ തന്നെയാണ് ഈ ഒരു മൺസൂൺ സമയം, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ന്യൂനമർദ്ദം സമയം കടന്നു പോകുന്നത്. പക്ഷേ ഈ തീരദേശ മേഖലയിലടക്കം കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ പോലെ ഉയരുന്ന തിരമാലകളുടെ വിഷയമുണ്ട്. അത് എടവനക്കാടും കണ്ണമാലിയും ഉൾപ്പെടുന്ന മേഖലകളിലെല്ലാം തന്നെ കടലാക്രമണം അതിൻ്റെ ഒരു പതിവ് രീതി തുടരുന്നു. പ്രത്യേകിച്ച് ന്യൂനമർദ്ദമാകുമ്പോൾ ഒന്നുകൂടി കൂടും. അത്തരം വിഷയങ്ങൾ ആ മേഖലയിൽ തന്നെ ഉണ്ട്. ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ടിൻ്റെ ഒരു മുന്നറിയിപ്പാണ് ഇന്നലെ വന്നിരുന്നത്. ഒപ്പം ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്നും തന്നെ അവധി കഴിഞ്ഞ ദിവസങ്ങളായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ ആ സ്ഥിതികളെല്ലാം തന്നെ തുടരുകയും ചെയ്യുന്നതാണ്. പൊതുവിൽ ഒരു ആശ്വാസകരമായ ഒരവസ്ഥയിലാണ് ഈ ന്യൂനമർദ്ദത്തിനിടയിലും ജില്ല കടന്നു പോയതെന്ന് പറയാം. എൽദോ, ഡാനി, അവിടുത്തെ തീരദേശത്തെ പ്രശ്നങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ അതിരൂക്ഷമായിരുന്നല്ലോ. അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? എപ്പോഴും ഈ കടലാക്രമണ ഭീഷണി നേരിടുന്നുണ്ടോ? പ്രത്യേകിച്ചും നമ്മൾ ആദ്യം കണ്ടു കണ്ണമാലിക്കാരുടെ പ്രതിഷേധം ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ മേഖലയിലെ തീരദേശത്തുള്ള ആളുകളുടെ ഒരു സാഹചര്യം എന്താണ്? കടൽക്ഷോഭമൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? എന്താണ് അവിടെ നിന്നുള്ളത്? എൽദോ, കടൽക്ഷോഭം നിലനിൽക്കുന്നുണ്ട്. കാരണം അതിലെ മൺസൂണിൻ്റെ ഒരു വ്യത്യാസം ഇതിനോട് ചേർത്ത് പറയേണ്ടതില്ല. കാരണം ഉയർന്ന തിരമാലകൾ എല്ലാ സമയവും തന്നെ വേലിയേറ്റത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം തന്നെ മുഴുവൻ സമയം അവിടെ വിഷയങ്ങളുണ്ട്. നമുക്കറിയാം, മൺസൂൺ കനക്കുന്നതിന് മുൻപ് തന്നെയും അവിടെ കടലാക്രമണം വലിയ രീതിയിലേക്ക് വന്നിരിക്കുകയും ചെയ്യുന്നു. അവരുടെ ഒരു വിഷയങ്ങൾ എളുപ്പത്തിൽ പരിഹരിക്കപ്പെട്ടു പോകുന്നതല്ല. സത്വരമായ നടപടികൾ വേണമെങ്കിലും ശാശ്വതമായ നടപടികളാണ് അവിടെ ഉണ്ടാകേണ്ടത്. അവർ ആവശ്യപ്പെടുന്നത് പോലെ പുലിമുട്ട്, അതോടൊപ്പം തന്നെ കടൽഭിത്തി, സുരക്ഷിതമായൊരു കടൽഭിത്തി ടെട്രാപോഡ് എന്ന് അവർ ആവശ്യപ്പെടുന്നു. പക്ഷേ വലിയ ചിലവ് വരുന്നത് കൊണ്ട് കേന്ദ്ര സഹായത്തോടു കൂടി മാത്രമേ ഇത് നടപ്പാക്കാൻ കഴിയൂ എന്നതാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഒരു നിലപാടെന്ന് പറയുന്നത്. ചെല്ലാനം മോഡൽ എന്ന് പറയുമ്പോൾ 350 കോടിയോളം രൂപ അതിന് ചിലവ് വന്നിട്ടുണ്ട്. അത് ഈ ഒരു ഘട്ടത്തിൽ ഏകപക്ഷീയമായി സംസ്ഥാന സർക്കാരിനെ കൊണ്ട് മാത്രം സാധിക്കുന്നതല്ല എന്ന രീതിയിലാണ് പൊതുവിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്തായാലും അവരുടെ വിഷയങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ തുടരുന്നുണ്ട്. ഇപ്പോൾ അവർ സമരപരിപാടികൾക്ക് താൽക്കാലികമായ രീതിയിലൊരു ശമനം ഉണ്ടായത് അവിടെ ജിയോ ബാഗുകളുടെ ഒരു തടയിണകൾ അത് സ്ഥാപിക്കാനുള്ള നടപടികൾ അടിയന്തരമായിട്ട് തന്നെ കൈക്കൊണ്ട് അതുമായി മുന്നോട്ട് പോകുന്നതുകൊണ്ട് താൽക്കാലികമായി അവരൊരു സമരപരിപാടികളിൽ നിന്ന് പിന്നാക്കം വന്നിട്ടുണ്ടെങ്കിലും അവരുടെ ദുരിതങ്ങളിൽ നിന്ന് വലിയ രീതിയിലൊരു മോചനം അവരിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും ഈ കടലാക്രമണം അത് തുടരുന്നൊരു അവസ്ഥ തന്നെയാണ് എപ്പോഴും ഉള്ളത്. അവിടെ ശാശ്വതമായ നടപടികളല്ലാതെ മറ്റ് ചെറിയ കാര്യങ്ങൾ കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. അതെല്ലാം തന്നെ നിലവിൽ തുടരുന്നുണ്ട്. എൽദോ, ശരി. എന്താണ് എറണാകുളത്തെ സാഹചര്യം? അത് ഭേദപ്പെട്ടതാണ്. അവിടെ മഴ നിലവിലില്ല, മഴ കുറയുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എറണാകുളത്ത് അതുകൊണ്ട് തന്നെ ഈ സ്കൂളുകൾക്ക് അവധിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവധി ഉണ്ടോ എന്ന് ചോദിക്കേണ്ട. ഒരുപാട് പേര് ഈ അവധി ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചോദ്യം വരിക. അപ്പോൾ അതാണ് എറണാകുളത്തെ സാഹചര്യം. ഡാനി ഇപ്പോഴാണ് വിവരങ്ങൾ നൽകി. ഇനി കാസർഗോഡേക്ക് പോയാൽ അവിടെ കടലാക്രമണം രൂക്ഷമാണ്. ഈ തൃക്കണ്ണാട് കടപ്പുറത്ത് നിരവധി വീടുകൾ ഇതിനോടകം കടലെടുത്തു എന്നാണ് KV വൈജു റിപ്പോർട്ട് ചെയ്യുന്നത്. നിരവധി വീടുകൾ ഏതു സമയത്തും കടലെടുക്കാവുന്ന അവസ്ഥയിലുമാണ്. മിക്കയിടങ്ങളിലും കടൽ ഭിത്തി ഇല്ലാത്തതാണ് പ്രതിസന്ധി രൂക്ഷമാക്കുന്നത്. ഉയർന്ന തിരമാല, അതിനുള്ള ജാഗ്രതാ നിർദ്ദേശവും പ്രദേശത്ത് നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഇന്നും അതിതീവ്ര മഴയാണ് കാസർഗോഡുള്ളത്. ജില്ലയിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത്. കാസർഗോഡ് ജില്ലയിൽ ഇന്നും മഴ ശക്തമാണ്. ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത് തീരപ്രദേശങ്ങളിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃക്കണ്ണാട് കടപ്പുറത്താണ്. ഇവിടെ
നിരവധി വീടുകളാണ് ഇത്തരത്തിൽ കടലെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴും നിരവധി വീടുകൾ അപകട ഭീഷണിയിലാണ്. കടലിന്റെ വലിയ രൗദ്രഭാവം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അത്തരത്തിൽ വലിയ തിരമാലകളാണ് തീരത്തോട് ചേർന്ന് വരുന്നത്. ഇത് സംസ്ഥാന പാതയിൽ, അതായത് കാഞ്ഞങ്ങാട് ചന്ദ്രഗിരി പാലം വഴിയുള്ള സംസ്ഥാന പാതയിൽ അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു തീരപ്രദേശം കൂടിയാണ്. വീടുകൾക്ക് മാത്രമല്ല, ഈ സംസ്ഥാന പാതയ്ക്ക് തന്നെ വലിയ ഭീഷണിയാണ് ഇവിടെ ഈ കടലിന്റെ കടലാക്രമണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ പ്രദേശത്ത് 2000-ഓളം കുടുംബങ്ങളാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത്. എന്തായാലും നമുക്കൊപ്പം ഈ പ്രദേശവാസി കൂടിയായ ഒരാൾ കൂടി ചേരുന്നു. സുരേന്ദ്രനാണ് ചേരുന്നത്. അദ്ദേഹം കുറുമ്പ ഭഗവതി ക്ഷേത്ര പ്രസിഡന്റ് കൂടിയാണ്. സുരേന്ദ്രൻ, നിലവിൽ എന്താണ് നിലവിലൊരു അവസ്ഥ? നിലവിൽ കടൽ വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ ആയിട്ട് ഒരു 10 മീറ്ററിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. ചില ചെറുമല ഏരിയകൾ 5 മീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ കടലാണെങ്കിൽ മഴക്കാലം കഴിഞ്ഞപ്പോൾ ഒരാഴ്ചയായിട്ട് കടൽ ക്ഷോഭം വളരെ കൂടിയിരിക്കും. കാരണം മഴ കൂടിയതുകൊണ്ടാണ്. അപ്പോൾ തീരദേശവാസികൾ വളരെ കഷ്ടപ്പെടും. കഴിഞ്ഞ 2 മാസമായിട്ട് മത്സ്യബന്ധനമായ ഒരു പ്രവൃത്തി ഇവിടെ ഇല്ല. കാരണം വളരെ കഷ്ടത്തിലാണ് കഴിയുന്നത്. അതിനനുസരിച്ച് മുമ്പ് വളരെ വീടുകളും ബിൽഡിങ്ങുകളും തകർന്നിരുന്നു. അത് ഈ വർഷം കൂടി ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. കടൽ കൂടുതലാണ് ഇപ്പോൾ കാണുന്നത്. കൂടാതെ തൃക്കണ്ണാർ ക്ഷേത്രത്തിൻ്റെ കർക്കിടകം ആയിരക്കണക്കിന് ആൾ വരേണ്ട സമയമാണ് അടുത്ത മാസം 3-ാം തീയതി. അതിനുള്ള സൗകര്യം ഉണ്ടാവുമോ എന്നൊരു സംശയമാണ്. കടലാണെങ്കിൽ വളരെ വളരെ അടുത്തുകൊണ്ടിരിക്കുന്നത്. അധികാരികൾ ഇന്നുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. കലക്ടറേറ്റിൽ പോയി അവിടെ പറഞ്ഞാൽ എല്ലാ വർഷം തോറും കലക്ടർ മുതൽ മന്ത്രി, MP, MLA എല്ലാവരും ഇങ്ങനെ വാക്ക് തരുന്നില്ലാതെ ഇന്നുവരെ ഒരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടിട്ടില്ല. അതാണ് ഏതായാലും ഇവിടുത്തെ ഏറ്റവും വലിയ പരാതി. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ അധികാരിയുടെ ഭാഗത്തു നിന്നും യാതൊരു നീക്കവും ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ്. ഏതായാലും ഈ പ്രദേശത്ത് നിരവധി വീടുകളാണ് ഇത്തരത്തിൽ അപകട ഭീഷണിയിലുള്ളത്. നിരവധി വീടുകൾ ഇതിനോടകം തന്നെ കടലെടുത്തിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ ഇന്നും അതിശക്തമായ മഴ മുന്നറിയിപ്പാണുള്ളത്. മലയോര മേഖലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ സാധ്യത നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലുള്ളവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാണെങ്കിലും പലരും അവരുടെ ബന്ധുവീടുകളിലേക്കാണ് ഇത്തരത്തിൽ മാറുന്ന സാഹചര്യമുണ്ടായത്. എന്നാലും വരും മണിക്കൂറുകളിലും അതിശക്തമായ മഴ മുന്നറിയിപ്പ് തന്നെയാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. KV ബൈജു, News 18, കാസർഗോഡ്. കാസർഗോഡ് വിവരങ്ങളാണ് KV ബൈജു പങ്കുവച്ചത്. അൽന അല്ലു മലപ്പുറത്ത് ലീവ് വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അൽന മലപ്പുറത്ത് നിലവിൽ ലീവില്ല. റായൂസ് വേൾഡ് തൃശ്ശൂർ മഴയാണല്ലോ, തൃശ്ശൂർ മഴയുണ്ടല്ലേ. ഓക്കെ, ഇനി കർണാടകയിൽ കാസർഗോഡ് പല മേഖലകളിലുമുള്ള കടലാക്രമണത്തിൻ്റെ വിവരം ബൈജു പങ്കുവച്ചു. നമ്മളിനി മറ്റ് ഇടങ്ങളിലേക്ക്, മറ്റ് വാർത്തകളിലേക്ക് പോയാൽ അത് കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതിനെ തുടർന്ന് കാസർഗോഡ് തേജസ്വിനി പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. കാര്യങ്കോട്ടും പൊടോത്തുരുത്തിയിലും ഉൾപ്പെടെ നിരവധി വീടുകളിൽ വെള്ളം കയറി. 12 കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി പാർപ്പിക്കുകയും ചെയ്യുന്നു. ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നതുപോലെ തന്നെ അതിരൂക്ഷമായിട്ടുള്ള സാഹചര്യമുണ്ട്. വലിയ തോതിൽ വെള്ളം കയറുന്ന സാഹചര്യം. വീടുകളിലേക്കൊക്കെ ഒരുപാട് പേർ മാറ്റി പാർപ്പിച്ചിരിക്കുന്നു. തേജസ്വിനി പുഴ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യത്തിലാണ് ഇത്രമാത്രം വെള്ളക്കെട്ട്. നമുക്ക് കാണാൻ കഴിയുന്നതുപോലെ ഒരു ക്ഷേത്രത്തിനുള്ളിലെ വെള്ളക്കെട്ടാണ് നമ്മൾ ആദ്യം കണ്ടത്. കാര്യങ്കോട്ടും പൊടോത്തുരുത്തിയിലുമാണ് ഈ ഏറ്റവും കൂടുതൽ ബാധിതമായിട്ടുള്ള പ്രദേശങ്ങളെന്നാണ് തോന്നുന്നത്. 12 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മലപ്പുറത്ത് നിലമ്പൂരിൽ കനത്ത മഴയിൽ ഉൾവനത്തിൽ ഒറ്റപ്പെട്ട ആദിവാസി കുടുംബങ്ങൾക്ക് ഭക്ഷ്യകിറ്റുകളുമായി വനപാലകർ. സ്വന്തമായി ഫണ്ട് കണ്ടെത്തിയാണ് 25 കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ അടങ്ങിയ കിറ്റുകളുമായി വനപാലകർ എത്തിയത്. ചാലിയാർ പഞ്ചായത്തിലെ പന്തീരായിരം ഉൾവനത്തിൽ ഒറ്റപ്പെട്ടു പോയ 22 കുടുംബങ്ങൾക്കാണ് അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ VK മുഹസിനും സംഘവും ഭക്ഷ്യക്കിറ്റ് എത്തിച്ചത്. അകമ്പാടം വനം സ്റ്റേഷനിൽ നിന്ന് 22 കിലോമീറ്റർ ഉള്ളിലുള്ള വെറ്റിലക്കൊല്ലി നഗറിലായിരുന്നു കിറ്റ് വിതരണം. പാലക്കായത്ത് നിന്ന് എടവണ്ണ റേഞ്ചിന്റെ ചുമതലയുള്ള FCCF ദേവപ്രിയ അകമ്പാടം സ്റ്റേഷനിലെ വനജീവനക്കാർ ഉൾപ്പെടെയുള്ള വനപാലകർ
2.5 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചാണ് വെറ്റിലക്കൊല്ലിയിലെത്തിയത്. ദുർഘടമായ പാത ആയതിനാൽ ഭക്ഷ്യസാധനങ്ങൾ ജീപ്പിലും എത്തിച്ചു. മഴക്കാലമായതോടെ ഈ കുടുംബങ്ങൾക്ക് പുറം ലോകത്തേക്ക് എത്താൻ സാധിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് വനപാലകർ കാടുകയറിയെത്തിയത്. അരി, വെളിച്ചെണ്ണ, പഞ്ചസാര ഉൾപ്പെടെ അടങ്ങിയ കിറ്റുകളാണ് കുടുംബങ്ങൾക്ക് നൽകിയത്. ന്യൂസ് 18 മലപ്പുറം. മലപ്പുറത്ത് ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് എന്നാണ് CB അനുമോദ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ യൂസഫ് റെയ്ഹാനയും പറയുന്നത് മലപ്പുറത്ത് നല്ല മഴയും കാറ്റുമാണ്. അവധിയാണ് ലക്ഷ്യമെന്ന് തോന്നുന്നു, പക്ഷേ നടക്കില്ല. റെയ്ഹാന ഇതുവരെയും കളക്ടർ അത് പ്രഖ്യാപിച്ചിട്ടില്ല. ഇനി പാർട്ടി നേതാക്കളുടെയും സർക്കാരിൻ്റെയും തെറ്റുതിരുത്തി ജനവിശ്വാസം തിരിച്ചുപിടിക്കാനുള്ള രേഖ ചർച്ച ചെയ്ത് അംഗീകരിക്കാനായി CPMന്റെ നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ഇന്ന് ചേരുന്നത്. ഞായർ, തിങ്കൾ ദിവസങ്ങളിലായി സംസ്ഥാന സമിതിയും ചേർന്ന് തെറ്റുതിരുത്തൽ രേഖയ്ക്ക് അംഗീകാരം നൽകും. തിരിച്ചടി മറികടന്ന് തിരിച്ചുവരാനുള്ള തെറ്റുതിരുത്തൽ രേഖയാണ് CPM ചർച്ച ചെയ്യാൻ പോകുന്നത്. ഭരണവിരുദ്ധ വികാരവും ക്ഷേമപ്രവർത്തനങ്ങളുടെ മുടക്കവുമാണ് ഇത്ര വലിയ ജനരോഷത്തിന് കാരണമായതെന്ന് CPM തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സർക്കാരിലും പാർട്ടിയിലും തിരുത്തൽ വേണം എന്ന ആവശ്യം ശക്തമാണ്. അതിനുവേണ്ട നടപടികളാകും തെറ്റുതിരുത്തൽ രേഖയായി സംസ്ഥാന സമിതി അംഗീകരിക്കുക. വൻ മൂലധനം ആവശ്യമായ വൻകിട പദ്ധതികൾക്ക് പകരം ജനങ്ങൾക്ക് നേരിട്ട് ഗുണം ചെയ്യുന്ന ക്ഷേമ പദ്ധതികൾക്ക് സർക്കാർ മുൻഗണന നൽകും. ക്ഷേമ പെൻഷൻ, സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ എന്നിവ കുടിശ്ശിക തീർത്തു നൽകാനുള്ള ഷെഡ്യൂൾ ഇതിനകം സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ക്ഷേമ പദ്ധതികൾക്ക് മുടക്കമുണ്ടാകാൻ പാടില്ല എന്നതാണ് സർക്കാരിന് CPM നൽകിയിരിക്കുന്ന നിർദ്ദേശം. ക്ഷേമ പെൻഷൻ 1600-ൽ നിന്ന് ഉയർത്തും. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വിപണി ഇടപെടൽ ശക്തമാക്കും. സപ്ലൈകോയ്ക്ക് കൂടുതൽ സഹായം ഉറപ്പാക്കും. പാർട്ടിയിലും തിരുത്താൻ ഏറെയുണ്ടെന്ന് നേതൃയോഗങ്ങളിൽ ചർച്ചകൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ചും നേതാക്കളുടെ ശൈലിയിലും ജനങ്ങളോടുള്ള പെരുമാറ്റത്തിലും. ജനങ്ങളിൽ നിന്ന് പാർട്ടി ഏറെ അകന്നുവെന്നും ജനമനസ്സ് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും പരിതപിക്കുന്നവരാണ് ബ്രാഞ്ച് മുതൽ പോളിറ്റ് ബ്യൂറോ വരെയുള്ള നേതാക്കൾ. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ശൈലിയിൽ മാറ്റം വേണമെന്ന ആവശ്യമുണ്ട്. നേതാക്കളുടെ ജീവിതശൈലി മാറിയതും പണത്തോട് ആർത്തി കൂടിയതും സ്വയം വിമർശനമായി നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ എങ്ങനെ അത് തിരുത്തും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. 8 വർഷം പിന്നിടുന്ന ഭരണം സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു. നേതാക്കളുടെ ധാർഷ്ട്യം കൂട്ടി. ഈ വാസ്തവം തിരിച്ചറിയുന്ന CPM എങ്ങനെ തിരുത്തുമെന്നാണ് അറിയേണ്ടത്. മന്ത്രിസഭയിലും സമൂലമായ അഴിച്ചുപണി വേണമെന്ന ആവശ്യമുണ്ടെങ്കിലും ഈ ഘട്ടത്തിൽ അത് പരിഗണിക്കാൻ ഇടയില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള NDA സംസ്ഥാനതല നേതൃയോഗം ഇന്ന് തൃശ്ശൂരിൽ നടക്കുകയാണ്. രാവിലെ 11 മണിയോടുകൂടി BJP തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസായിട്ടുള്ള നമോഭവനിലാണ് യോഗം നടക്കുക. വി മുരളീധരൻ, K സുരേന്ദ്രൻ, തുഷാർ വെള്ളാപ്പള്ളി, കുമ്മനം രാജശേഖരൻ തുടങ്ങി മറ്റ് ഘടകകക്ഷി നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഡാനി പോൾ ചേരുന്നു. ഡാനി, തൃശ്ശൂരിലെ ആ ചരിത്ര നേട്ടത്തിന് ശേഷം NDA യോഗം ഇന്ന് ചേരുകയാണല്ലോ, നേതൃയോഗം. അപ്പോൾ ഈ പൊതുവായും ജയത്തിലുള്ള ഒരു ആവേശത്തിനപ്പുറം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ കൂടി ലക്ഷ്യമിട്ടായിരിക്കില്ലേ ചർച്ചകൾ? തീർച്ചയായും എൽദോ, ആവേശം എന്നതിനപ്പുറം ആത്മവിശ്വാസം എന്നതാണ് BJPയുടെ ഇപ്പോഴത്തെ ഒരു പ്രകടനപരമായി നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അവർ ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറയുന്ന കാര്യം ഇവിടെ തങ്ങളത് നടപ്പാക്കി കഴിഞ്ഞു എന്ന് അവർ ആത്മവിശ്വാസത്തോടെ പറയുന്നു. അതേ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് തൃശ്ശൂരിൽ തന്നെ ഇന്ന് നേതൃയോഗം ചേരുന്നതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയാണ്. ഇന്ന് പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് സ്വാഭാവികമായും ഇപ്പോഴത്തെ ഈ ഒരു വിജയം കാര്യങ്ങളും എല്ലാം തന്നെ വിലയിരുത്തുക, മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലുണ്ടായ തിരിച്ചടികൾ അത് എത്രമാത്രമുണ്ട്, അവിടെ എത്രമാത്രം മെച്ചപ്പെടുത്താനുണ്ട്. പല മണ്ഡലങ്ങളിലും മികച്ച പോരാട്ടം, നിർണായകമായ സാന്നിധ്യമാകാനെല്ലാം തന്നെ BJPക്ക് കഴിഞ്ഞുവെന്ന് വിലയിരുത്തലുണ്ട്, NDAക്ക് കഴിഞ്ഞുവെന്ന് ആ ഒരു വിലയിരുത്തൽ. അപ്പോൾ NDAക്ക് എത്രമാത്രം അത് കൂട്ടുകെട്ടുകൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് പോകാൻ കഴിയും. ഇനിയിപ്പോൾ കൂടുതൽ ആളുകളെല്ലാം തന്നെ ഇതിലെവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരം അവർക്ക് ഏത് രീതിയിലൊരു പാതയൊരുക്കാം എന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. ഒപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളുണ്ട്. കഴിഞ്ഞ തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് NDAക്ക് നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാനായിട്ട് കഴിഞ്ഞു. പലയിടങ്ങളിലും തന്നെയും വളരെ നിർണായകമായ സ്ഥാനം നേടിയെടുക്കാനായിട്ട് അവിടെ ഒരു നിർണായക സ്വാധീനം ചെലുത്തുന്ന കക്ഷിയായി മാറുവാനെല്ലാം തന്നെ NDAക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ നില മെച്ചപ്പെടുത്തുക, അതിനോടൊപ്പം തന്നെ കൂടുതൽ സ്ഥലങ്ങളിൽ ഈ ഭരണപരമായ ഒരു പങ്കാളിത്തം നേടിയെടുക്കാൻ കഴിയുക എന്ന രീതിയിലേക്ക്
മാറ്റിയെടുക്കാനാണ് കൂടുതൽ ശ്രമം. അതിനുവേണ്ടി കൂടുതൽ ഒരുക്കങ്ങൾ നടത്തുക, ഇതെല്ലാം തന്നെ ഇതിൻ്റെ ലക്ഷ്യങ്ങൾ തന്നെയാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം തന്നെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും പ്രകടനം എത്രമാത്രമായിരുന്നു എന്നതടക്കം NDAയിലെ ഘടകകക്ഷികളുടെ പ്രകടനങ്ങൾ വിലയിരുത്തുക എന്നതും കൂടി ഇതിലുണ്ട്. അതിനനുസരിച്ച് തന്നെയായിരിക്കും ഇനിയും മുന്നോട്ട് പോകേണ്ട പ്ലാൻ അടക്കം തയ്യാറാക്കുക. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ പിന്നീട് വരാനിരിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പും എല്ലാം തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് വളരെ നേരത്തെ തന്നെ കരുക്കൾ നീക്കി മുന്നോട്ട് പോകുക എന്നത് തന്നെയാണ് NDA ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഈ നേതൃയോഗത്തിൽ പ്രധാനപ്പെട്ട സമയം കാര്യങ്ങളും എല്ലാം തന്നെ മാറ്റിവെക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 11 മണിയോടുകൂടി യോഗം ചേരും. അതിനുശേഷം അതിൻ്റെ കൂടുതൽ വിലയിരുത്തലുകളും കാര്യങ്ങളും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യെസ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. NDAയുടെ നേതൃയോഗം അത് ഇന്ന് തൃശ്ശൂരിൽ ചേരുകയാണ്. ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നു. അപ്പോൾ തൃശ്ശൂരിലെ ജയത്തിൻ്റെ ആത്മവിശ്വാസം, അതിനൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള ഒരുക്കങ്ങൾ, തന്ത്രങ്ങളൊക്കെ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് NDA നേതൃയോഗം തൃശ്ശൂരിൽ നടക്കും. CMRL എക്സാലോജി കരാറിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഹർജിയിൽ സംസ്ഥാന സർക്കാരിനെ കക്ഷി ചേർത്തിട്ടുണ്ട്. കോൺഗ്രസ് MLA മാത്യു കുഴൽനാടൻ നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി നേരത്തെ തള്ളിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് റിവിഷൻ ഹർജിയുമായി മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയെ സമീപിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകളും എക്സാലോജി കമ്പനി ഉടമയുമായ വീണ വിജയൻ എന്നിവരാണ് കേസിലെ എതിർകക്ഷികൾ. CMRL കമ്പനിയും കേസിലെ എതിർകക്ഷിയാണ്. തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ നടന്നത് 35 കോടി രൂപയുടെ സൈബർ തട്ടിപ്പുകളാണ്. എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരാണ് എന്ന് പറഞ്ഞും നിരവധി സാമ്പത്തിക തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്നതാണ്. സ്കൈപ്പ് വഴി വെർച്വൽ കസ്റ്റഡി എന്ന പേരിലും തട്ടിപ്പ് നടക്കുന്നതായി DCP T നിതിൻ രാജ് പറഞ്ഞു. സൈബർ ഇടങ്ങളിലെ ചതിക്കുഴികളിൽ ജാഗ്രതക്കുറവുകൊണ്ട് വിദ്യാസമ്പന്നരും അനുദിനം കുടുങ്ങുകയാണ്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത് 35 കോടി രൂപയുടെ സൈബർ തട്ടിപ്പുകൾ. ഒരു ദിവസം 10ഉം 12ഉം എന്ന കണക്കിൽ സൈബർ കേസുകൾ കൂടി വരുന്നു. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 60ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തു. കഴിഞ്ഞ ഈ 6 മാസത്തിനുള്ളിൽ തന്നെ ഏകദേശം 35 കോടി രൂപയുടെ സൈബർ തട്ടിപ്പുകൾ തിരുവനന്തപുരം സിറ്റിയിൽ മാത്രം പല രീതികളിലായിട്ട് ആൾക്കാർക്ക് നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ദീർഘനാളത്തെ സംഭാഷണങ്ങളിലൂടെ വിശ്വാസം നേടിയെടുത്താണ് തട്ടിപ്പ്. എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെന്ന് ചമഞ്ഞ് നടത്തിയ നിരവധി തട്ടിപ്പ് കേസുകളും റിപ്പോർട്ട് ചെയ്തു. സ്കൈപ്പ് അടക്കമുള്ളവ വഴി വിർച്വൽ കസ്റ്റഡി എന്ന പേരിലാണ് ഇവർ തട്ടിപ്പ് നടത്തുന്നത്. ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ പല ഫേക്ക് ആപ്ലിക്കേഷൻസിലും അത് ഇൻവെസ്റ്റ് ചെയ്തതൊക്കെ അവരുടെ അക്കൗണ്ടിൽ തന്നെ റിഫ്ലക്ട് ആവുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഫർദറായി ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നഷ്ടപ്പെട്ട് പോകുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട രീതി, ഇന്ന് ഏതെങ്കിലും രീതിയിലേക്ക് നിങ്ങൾക്ക് ജോബ് ഓഫർ ചെയ്തിട്ടുണ്ട് എന്ന രീതിയിൽ ഒരുപക്ഷെ യൂട്യൂബിൽ ലൈക്ക് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഗൂഗിൾ റിവ്യൂ നടത്തിക്കൊണ്ട് ഇങ്ങനെ പല വിധങ്ങളായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന രീതിയിൽ നിങ്ങളെ ആദ്യം എംപ്ലോയ് ചെയ്യിക്കുകയും പിന്നീട് ഷെയർ കുറച്ച് കൂടുതലായിട്ടുള്ള പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയാണ് എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് ഓൺലൈനിലൂടെ ജോലി വാഗ്ദാനം ചെയ്തും വാഹനങ്ങളും മറ്റും വാങ്ങാനുണ്ടെന്ന വ്യാജേനയും ഇടപാടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടിയെടുക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സൈബർ തട്ടിപ്പിന് ഇരയാവുന്നവർ 1930 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ പരാതി രജിസ്റ്റർ ചെയ്യണമെന്നും തിരുവനന്തപുരം DCP T നിതിൻ രാജ് പറഞ്ഞു. ഈ ഒരു നമ്പർ ഇത് ഓർത്തു വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1930 ഏതെങ്കിലും രീതിയിലേക്ക് സൈബർ ഫ്രോഡ് അല്ലെങ്കിൽ ഫ്രോഡ് ട്രാൻസാക്ഷൻ ആണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പർ 1930 ഈ നമ്പറിൽ വിളിക്കുകയും നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ ഒഫൻസ് ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കേന്ദ്രീകൃത സംവിധാനത്തിൽ ഉടൻ തന്നെ പരാതിപ്പെടുന്നത് വഴി തട്ടിപ്പുകാരുടെ അക്കൗണ്ട് മരവിപ്പിക്കാനും പണം തിരിച്ചടയ്ക്കാനുമുള്ള സാധ്യത കൂടുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. വലിയ തട്ടിപ്പിൻ്റെ ഒരു മേഖലയാണ് ഇപ്പോൾ സൈബർ ഇടങ്ങൾ. അപ്പോൾ വളരെ ജാഗ്രതയോടുകൂടി അനാവശ്യമായിട്ടുള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ വളരെ സൂക്ഷ്മം നമ്മുടെ രഹസ്യ കാര്യങ്ങളൊന്നും പങ്കുവെക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ വലയിൽ വീഴുന്ന ഇരകളെ തേടി നിൽക്കുന്ന ഒരുപാട് ചൂണ്ടകളുണ്ട്. ആ ചൂണ്ടയിലൊന്നും പോയി കൊത്തരുത് എന്നുള്ളതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നാലും ഈ മഴ സാഹചര്യത്തിൽ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ അവധി ആവശ്യം ഉന്നയിക്കുന്നത് കേട്ടോ. മലപ്പുറത്ത് ലീവ് വേണം, അഷ്റഫ് അറക്കൽ പറയുകയാണ്.
എങ്ങനെ പോകാനാണെന്ന് ചോദിക്കുന്നു. അഷ്റഫ് കൊടയൊക്കെ എടുത്ത് പോകുക, അല്ലാണ്ട് എന്താ ചെയ്യാൻ പറ്റുക? ജില്ലാ കളക്ടർ അവധിയൊന്നും അവർ പ്രഖ്യാപിച്ചിട്ടില്ല. റയാൻ പറയുന്നു മലപ്പുറത്ത് മഴയുണ്ട്. യൂസഫ് റൈഹാന പറയുകയാണ് സുബഹിക്ക് തുടങ്ങിയിട്ട് ഇപ്പോഴും മഴ നിന്നിട്ടില്ല, പുറത്തിറങ്ങാൻ വയ്യ. അപ്പോൾ മലപ്പുറത്ത് വലിയ തോതിൽ മഴയുണ്ടെന്നാണ് അനുമോദും പറയുന്നുണ്ട്. നമ്മുടെ പ്രതിനിധിയാണ്, അനുമോദും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മലപ്പുറത്ത് പലയിടങ്ങളിലും മഴ പെയ്യുന്നുണ്ട് എന്നുള്ളത്. എന്തായാലും പക്ഷേ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ ജില്ലാ കളക്ടർ എന്നുള്ളതാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന 2020 പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഫ്രാഞ്ചൈസികളെ തെരഞ്ഞെടുത്തു. സെപ്റ്റംബർ 2 മുതൽ തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ലീഗ് മത്സരങ്ങളിൽ 6 ടീമുകളാണ് ആകെ പങ്കെടുക്കുന്നത്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന 2020 പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഫ്രാഞ്ചൈസികളാകാൻ ആകെ 13 അപേക്ഷകളാണ് ലഭിച്ചത്. മത്സര സ്വഭാവമുള്ള ടെൻഡർ നടപടികളിലൂടെ ഏറ്റവും കൂടിയ തുക ക്വോട്ട് ചെയ്യുന്നവർക്ക് 6 ടീമുകളുടെ ഉടമസ്ഥാവകാശം നൽകുകയായിരുന്നു. ടീമുകളുടെ പേരും മറ്റും പിന്നീട് തീരുമാനിക്കും. രജിസ്റ്റർ ചെയ്ത കേരളത്തിലെ താരങ്ങളിൽ നിന്ന് ലേലത്തിൽ പങ്കെടുക്കാനുള്ള കളിക്കാരെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തെരഞ്ഞെടുക്കും. ഫ്രാഞ്ചൈസി ലഭിച്ച ടീം ഉടമകൾ കളിക്കാരുടെ ലേലത്തിൽ നിന്ന് താരങ്ങളെ സ്വന്തമാക്കും. IPL കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള ലീഗായി കേരള ക്രിക്കറ്റ് ലീഗിനെ മാറ്റുക എന്നതാണ് ലക്ഷ്യമെന്ന് KCA ഭാരവാഹികൾ പറഞ്ഞു. നമ്മളൊരു വളരെ ഷോർട്ട് ടൈം ഫ്രെയിമിൽ നിന്നാണ് ഈ ഒരു ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്ക് വേൾഡ് കപ്പിന്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് സഞ്ജു വിളിച്ചിട്ട് ചോദിച്ചു, ചേട്ടാ ഇത് നടക്കുമോ ഈ സമയത്ത്, സെപ്റ്റംബറിൽ നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. തീരെ നമ്മൾ വളരെ എന്നിട്ട് 1-2 ദിവസം നമ്മുടെ ഒരു ഷെഡ്യൂളിൽ നിന്ന് മാറിപ്പോയാൽ പോലും നമുക്ക് ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സ്ഥിതിയിൽ നിന്നിട്ട് നമ്മൾ തുടങ്ങിയതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ KCA ഫാമിലി, അതുപോലെ KPMG, ഇങ്ങനെ ഇവരുടെ എല്ലാം ഒരു സപ്പോർട്ടുണ്ട്. സെപ്റ്റംബറിൽ തിരുവനന്തപുരത്താകും KPL മത്സരങ്ങൾ നടക്കുക. ന്യൂസ് 18 തിരുവനന്തപുരം. അപ്പോൾ പുതിയൊരു ക്രിക്കറ്റ് ലീഗിന് തുടക്കമാവുകയാണ് കേരളത്തിൽ. എല്ലാവിധ ആശംസകളും KCAയ്ക്കും പ്രഥമ ക്രിക്കറ്റ് ലീഗിനും വലിയൊരു സംഭവമായി, വലിയൊരു വിജയമായി മാറട്ടെ. അത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. മോർണിംഗ് വൈബ്സിൽ കൂടുതൽ വാർത്തകളിലേക്ക് ഒക്കെ മടങ്ങിയെത്താം. കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പങ്കുചേരാം. പക്ഷേ ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം വേഗത്തിലെത്താം. വെള്ളത്തിനടി മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. ഉത്തർപ്രദേശിലെ കനത്ത പരാജയത്തിൽ യോഗി ആദിത്യനാഥിനെ പ്രതിക്കൂട്ടിലാക്കി BJP അവലോകന റിപ്പോർട്ട്. ഭരണപരാജയം തന്നെയാണ് ഇത്ര വലിയ തോൽവിയിലേക്ക് നയിച്ചത് എന്നാണ് റിപ്പോർട്ടിലെ പ്രധാന പരാമർശം. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് യോഗിയെ മാറ്റില്ലെങ്കിലും മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുമെന്ന കാര്യം ഇതോടെ ഉറപ്പായി. രഞ്ജിത്ത് രാമേന്ദ്രൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ യോഗി ആദിത്യനാഥിന് തൽക്കാലം മാറ്റില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. പക്ഷെ അപ്പോഴും ഒരു പ്രതിരോധത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട് യോഗി. ഉത്തർപ്രദേശിലെ തോൽവി എന്നുള്ളതിന് അപ്പുറമുള്ള ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ BJPക്കുള്ളിലുണ്ടല്ലോ. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും എന്തോ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വരെ, തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് മുൻപ് വരെ എത്രത്തോളം കരുത്തനായിരുന്നു ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ, ഒപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രി എന്നുള്ളത് നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. കാരണം ഇത്ര വലിയ പരാജയം, പ്രത്യേകിച്ച് UP പോലെ, അയോധ്യ പോലെ BJPയുടെ വലിയ ഒരു പദ്ധതി നടപ്പിലാക്കിയ ഒരു സംസ്ഥാനത്ത് ഇത്ര വലിയ തോൽവി എന്നുള്ളത് BJPക്ക് ഒരിക്കലും ചിന്തിക്കാനാകുമായിരുന്നില്ല. കാരണം നമുക്കറിയാം 80 ലോക്സഭാ സീറ്റുകളിൽ 33 എണ്ണത്തിൽ മാത്രം 63-ൽ നിന്ന് 33-ലേക്ക് ഏതാണ്ട് പകുതിയോളം സീറ്റുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് BJP എത്തിയ സാഹചര്യം BJP കേന്ദ്രങ്ങളെ ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ UPയിൽ മികച്ച വിജയം നേടിയിരുന്നുവെങ്കിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഈ ഭൂരിപക്ഷമില്ലായ്മ എന്ന പ്രതിസന്ധി പോലും മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയേനെയും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് BJP ഇവിടെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്തൊരു വിഷയത്തിൽ നിന്ന് മാറേണ്ട പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. അവിടെയാണ് UP പോലെ BJP ഏറെ പ്രതീക്ഷ അർപ്പിച്ച ഒരു സംസ്ഥാനത്ത്, യോഗിയെ പൂർണ്ണമായും വിശ്വസിച്ച് തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയ ഒരു സംസ്ഥാനത്ത് BJPക്ക് ഇത്ര വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നതുകൂടി ചേർത്ത് വായിക്കണം. ഇവിടെയാണ് BJP ഈ പരാജയത്തിൻ്റെ കാരണങ്ങൾ കൃത്യമായി പഠിച്ചത്. അവിടെയാണ് ഈ പറഞ്ഞ പോലെ ഈ 80 സീറ്റുകളിലെ ഏതാണ്ട് 40,000-ഓളം BJP പ്രവർത്തകരെ
നേരിട്ട് കണ്ട് അവരുടെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു 15 പേജുള്ള റിപ്പോർട്ട് ഡൽഹിയിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ദീർഘനേരം കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ ഭൂപേന്ദ്ര ചൗധരി ഇന്നലെ കൂടിക്കാഴ്ച നടത്തുകയും ഈ റിപ്പോർട്ട് വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിൽ പ്രധാനമായും സംസ്ഥാനത്തിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട അസംതൃപ്തി ഉണ്ടായിരുന്നു വലിയ തോതിൽ എന്നുള്ളതാണ്. ഭരണവിരുദ്ധ വികാരം ബി ജെ പിക്കെതിരെ യോഗിക്കെതിരെ ഉണ്ടായിരുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പ്രധാനമായും ഉള്ളത്. സ്വേച്ഛാധിപത്യവും ഉന്നതാധികാരവും സർക്കാരിനെതിരെ പാർട്ടി പ്രവർത്തകർക്ക് വലിയ തോതിലുള്ള അസംതൃപ്തി കാരണമായി എന്ന് പറയുന്നു. 6 വർഷമായി തുടർച്ചയായി സർക്കാർ ജോലികൾ ഉണ്ടാകുന്ന ചോദ്യപേപ്പർ ചോർച്ച അത് വല്ലാതെ ഇത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ മടുപ്പുണ്ടാക്കി എന്ന് പറയുന്നു. കരാർ ജീവനക്കാർക്ക് നിയമനത്തിൽ സംസ്ഥാന സർക്കാർ പൊതുവിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന നൽകിയതോടെ സംവരണം ഒരു തരത്തിൽ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള പ്രശ്നം അങ്ങനെ ചില വിഷയങ്ങൾ കൂടി സംസ്ഥാനത്തുണ്ടായിരുന്നു എന്ന് പറയുന്നു. രജപുത്ര സമുദായത്തിന് പാർട്ടിയോടുള്ള അസംതൃപ്തി ഇതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഭരണഘടന മാറ്റുന്നത് സംബന്ധിച്ച് പാർട്ടി നേതാക്കൾ തുടർച്ചയായി നടത്തിയ പ്രസ്താവനകൾ ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയ സാഹചര്യം ഉണ്ട്. ഒപ്പം പഴയ പെൻഷൻ പ്രശ്നം സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ തോതിൽ അത് പ്രതിഫലിച്ചു എന്നുള്ള വിവരം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അഗ്നിപത് റിക്രൂട്ട്മെന്റ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം ആശങ്ക ജനങ്ങളെ എതിരാക്കി എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതാണ്ട് ഈ ബി ജെ പിയുടെ പ്രധാന വോട്ടർമാരുടെ എണ്ണം അതായത് 30,000-നും 40,000-നും ഇടയ്ക്ക് പേരുകൾ നീക്കം ചെയ്യപ്പെട്ടു എന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം കൂടി ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി പുറത്തു വരുന്നുണ്ട്. ഒപ്പം മായാവതിയുടെ BSP ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗത്ത് അപ്രസക്തമായിരുന്നു എന്ന് നമുക്കറിയാം. അവർ ഈ വിഹിതത്തിലുണ്ടായ വലിയ തോതിലുള്ള ഇടിവ് സംഭവിച്ചു. ഈ ഇടിവ് ഏതാണ്ട് 10% BSPയുടെ പ്രധാന വോട്ട് വിഹിതത്തിൽ കുറവ് സംഭവിച്ചു. ഈ വോട്ടുകൾ ഏതാണ്ട് പൂർണ്ണമായും SP-യിലേക്ക് പോയി എന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ദളിതരുടെ വോട്ട് ഒപ്പം മുസ്ലിം വോട്ടുകൾ നമുക്കറിയാം. കഴിഞ്ഞ തവണയൊക്കെ മുസ്ലിം സമുദായത്തിന് പ്രാധാന്യമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ പോലും BJP വലിയ തോതിൽ വിജയിച്ചു വന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അത് ഇത്തവണ ഇല്ലാതായി എന്നുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഒപ്പം ദളിത് സമുദായം പാർട്ടിയിൽ നകന്നു എന്ന പ്രധാനപ്പെട്ട ചില സൂചനകളും ഈ റിപ്പോർട്ടിലുണ്ട്. ഏതായാലും യോഗി ആദിത്യനാഥ് ലക്ഷ്യം വെച്ച് തന്നെയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയും അടക്കമുള്ളവർ സംസ്ഥാന നേതൃത്വത്തെ കണ്ടതും ചർച്ചകൾ നടത്തിയതും. പക്ഷേ തൽക്കാലം തീരുമാനം യോഗി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറില്ല എന്നുള്ളതാണ്. പക്ഷേ പല മുഖങ്ങളും മന്ത്രിസഭയിലെ പല മന്ത്രിമാരും തെറിക്കും, വലിയ പുനഃസംഘടനയുണ്ടാകും, പല വിഭാഗങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു മന്ത്രിസഭാ പുനഃസംഘടനയിലെ കാര്യങ്ങൾ പോകുന്നു എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും അക്ഷരാർത്ഥത്തിൽ UP-യിലെ BJP പ്രതിസന്ധിയിലാണ്. യോഗിക്കെതിരെ പലതരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. പലതരത്തിലുള്ള നേതാക്കളുടെ പ്രതികരണങ്ങൾ വരുന്ന പശ്ചാത്തലമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും കേന്ദ്ര നേതൃത്വം ഈ വിഷയത്തെ നോക്കിക്കാണുക. എൽദോ, രഞ്ജിത്ത്, ഈ ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ആരും സംഘടനയ്ക്ക് അതീതനല്ല, സംഘടനയ്ക്ക് മുകളിലല്ല ഒരു നേതാവും എന്നുള്ള ആ പ്രഖ്യാപനം തന്നെ അത് യോഗി ആദിത്യനാഥിനോടുള്ള ഒരു കലാപാഹ്വാനമാണല്ലോ. മാത്രമല്ല JP നദ്ദയെ പോയി കണ്ട് മൗര്യ കൂടിക്കാഴ്ചയൊക്കെ നടത്തി. അപ്പോൾ അത്തരത്തിലൊരു ഈ ഉത്തർപ്രദേശിലെ BJPക്കുള്ളിൽ തന്നെ ഒരു ചേരിതിരിഞ്ഞുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള സാഹചര്യമുണ്ടോ? തീർച്ചയായും അത് ഈ നേരത്തെ പറഞ്ഞ പോലെ യോഗിയെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനമായിരുന്നു ഇത്തവണ. കാരണം അയോധ്യ വോട്ടാകും എന്നവർ ഒരുപാട് പ്രതീക്ഷിച്ചു. അത്രത്തോളം വലിയ ആവേശത്തിലാണ് അയോധ്യയിലെ പ്രാൺപ്രതിഷ്ഠ ചടങ്ങുകളൊക്കെ UP-യിൽ നടത്തിയത്. പക്ഷേ അയോധ്യയിൽ പോലും തോൽക്കുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങിയതാണ് BJP കേന്ദ്രങ്ങളെ അമ്പരപ്പിച്ചത്. അയോധ്യ അടക്കമുള്ള പല സ്ഥലങ്ങളിലും പല മണ്ഡലങ്ങളിലും വോട്ട് വിഹിതം ഗണ്യമായി കുറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം 1.5 ലക്ഷത്തിലേക്ക് താഴുന്ന പശ്ചാത്തലം, 4 ലക്ഷത്തിൽ നിന്നും വാരണാസിയിൽ 1.5 ലക്ഷത്തിലേക്ക് താഴുന്ന പശ്ചാത്തലമൊക്കെ ഒരിക്കലും BJP പ്രതീക്ഷിക്കാതിരുന്ന ഒന്നാണ്. ഇവിടെയാണ് യോഗിയുടെ അപ്രമാദിത്യം അല്ലെങ്കിൽ യോഗി ആദിത്യനാഥ് അവിടെ നടത്തിയ പലവിധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് BJP അണികൾക്കിടയിലുണ്ടായ നേതാക്കൾക്കിടയിലുണ്ടായ വല്ലാത്ത ഒരു അസംതൃപ്തി അത് വലിയ തോതിൽ അവിടെ പ്രവർത്തിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത BJP നേതൃത്വത്തിന് വരുന്നത്. അതനുസരിച്ചുള്ള തിരുത്തൽ നടപടികൾ ഉണ്ടാകും എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഇങ്ങനെ പലതരത്തിലുള്ള പാർട്ടിയിലും അഴിച്ചുപണി ഉണ്ടാകാം, ഒരുപക്ഷെ സംഘടനയാണ് വലുത് എന്ന് ഉപമുഖ്യമന്ത്രി അടക്കം പറയുന്നത് നമ്മൾ കണ്ടതാണ്. പാർട്ടിയിലും അഴിച്ചുപണി ഉണ്ടാകാം, മന്ത്രിസഭയിലും അഴിച്ചുപണി ഉണ്ടാകാം. അങ്ങനെ ഓരോ തലത്തിലുമുള്ള
തിരുത്തൽ നടപടികളിലൂടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. അതിന് ഏതറ്റം വരെയും പോകും എന്ന് കേന്ദ്ര നേതൃത്വം അവിടെ വന്ന് കണ്ട സംസ്ഥാന നേതാക്കൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ യോഗിയെ ഇനി പൂർണ്ണമായും യോഗിയുടെ ഒരു അപ്രമാദിത്വം സംസ്ഥാനത്ത് ഉണ്ടാകില്ല. ദേശീയ രാഷ്ട്രീയത്തിലും ഏതാണ്ട് യോഗി അപ്രസക്തനാകുന്ന സാഹചര്യം ഒരുങ്ങി വരുന്നു. ഒരുപക്ഷെ നരേന്ദ്രമോദിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് പോലും BJP കേന്ദ്രങ്ങൾ മുന്നോട്ട് വെച്ച ഉത്തരങ്ങളിൽ ഒന്നായിരുന്നു യോഗി ആദിത്യനാഥ് എന്നുകൂടി ചേർത്ത് വായിക്കണം. സ്വാഭാവികമായും യോഗിയോടുള്ള അസംതൃപ്തി വല്ലാതെയുണ്ട്. അത് ഏത് തരത്തിൽ വരും നാളുകളിൽ പ്രതിഫലിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. മുഖ്യമന്ത്രി സ്ഥാനത്ത് തൽക്കാലം യോഗിയെ മാറ്റില്ല എന്ന് പറയുമ്പോഴും അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോലും പാർട്ടി കടന്നാൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഉത്തർപ്രദേശിലെ BJPയുടെ സാഹചര്യം. എൽദോ റൈറ്റ്, എന്നാണെങ്കിലും നമുക്ക് കാത്തിരിക്കാം എന്താകും ഉത്തർപ്രദേശിലെ BJPയിലെ പടലപ്പിണക്കങ്ങൾക്കൊക്കെ പൂർണ്ണമായിട്ടുള്ളൊരു വിരാമമാകുമെന്നൊക്കെ നമുക്ക് നോക്കാം. എന്നാൽ യോഗി അല്പം പ്രതിരോധത്തിലാണ് തൽക്കാലം. പക്ഷേ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റില്ല എന്നുള്ളതാണ് തീരുമാനം. രഞ്ജിത്ത് രാമേന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഒരുപാട് സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഒടുവിലാണ് മലപ്പുറത്ത് +1 സർക്കാർ സ്കൂളുകളിൽ അധിക ബാച്ച് അനുവദിച്ചത്. ഭൗതിക സാഹചര്യങ്ങളുടെ പരിമിതികളിൽ വീർപ്പുമുട്ടുന്ന സ്കൂളുകൾ അധിക ബാച്ചിൽ വരുന്ന കുട്ടികൾക്ക് സൗകര്യമൊരുക്കാനുള്ള പരിശ്രമത്തിലാണ്. അധിക ബാച്ച് നൽകിയ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്ന ഇവർ സ്കൂളിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കൂടി സർക്കാരിന് പിന്തുണ ആവശ്യപ്പെടുന്നു. കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് CV അനുമോ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇനി ഒരുപാട് പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ശേഷമാണ് മലപ്പുറത്ത് അധിക +1 ബാച്ച് സർക്കാർ അനുവദിച്ചത്. 74 സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലായിട്ട് 120 ബാച്ച്, അതും എല്ലാം കൊമേഴ്സും ഹ്യൂമാനിറ്റീസുമാണ്. ഇത്രയും ബാച്ചുകൾ അനുവദിക്കുമ്പോൾ അതിൽ ഈ സ്കൂളുകളുടെ അവസ്ഥ എങ്ങനെയാണ് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടക്കലിലാണ് ഉള്ളത്. കോട്ടക്കലിൽ ജില്ലയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന സ്കൂളാണ്, നല്ല വിജയശതമാനമുള്ള സ്കൂളാണ്. അപ്പോൾ ഈ സ്കൂളിൽ ഇപ്പോൾ അധികമായിട്ടുള്ള ഈ 2 ബാച്ചിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള സ്മാർട്ട് ക്ലാസ് റൂം ഉപയോഗിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ്. അപ്പം ഇവിടെ ഇപ്പോൾ ഏകദേശം 1500ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയായാലും 100 കുട്ടികളും കൂടി അധികം വരും. അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ ഈ ഒരു ഹാളാണ് ഇവിടെ ഉള്ളത്. പക്ഷേ അടുത്ത വർഷത്തേക്ക് ഇനിയും +2 ഈ കുട്ടികൾ +2 ആവും. വീണ്ടും +1 പുതിയ ബാച്ച് വരും. ആ സമയത്ത് നമുക്ക് ഇനിയിപ്പോൾ ഇരിക്കാനുള്ള ഒരു സ്ഥലപരിമിതി ഉണ്ടായിരിക്കും. അധ്യാപകരുടെ വലിയൊരു പ്രഷറാണല്ലോ 60 കുട്ടികൾ ഇരിക്കുന്ന വലിയ ക്ലാസ് മാനേജ് ചെയ്യാന്നുള്ളത്. അധ്യാപിക എന്ന നിലയിൽ ടീച്ചർക്ക് എങ്ങനെയാണ് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഞാനിപ്പം ക്ലാസ് 8 പീരീഡ് എനിക്ക് പഠിപ്പിക്കാനുണ്ട്. ഒരു പ്രിൻസിപ്പൽ എന്നുള്ള നിലയ്ക്ക് 8 പീരീഡ് എനിക്ക് പഠിപ്പിക്കാനുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് 60 കുട്ടികളെ മാനേജ് ചെയ്യാനൊന്നും അത്ര വലിയ പ്രയാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. ഹയർ സെക്കൻഡറി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓഫീസ് സ്റ്റാഫ് തീരെയില്ല. ഇവിടുത്തെ 2 ലാബ് അസിസ്റ്റന്റും മെറ്റേണിറ്റി ലീവിലാണ്. അപ്പം ഇത് കൊണ്ടു നടക്കാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ്. എങ്കിലും നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളിൽ ഈ ഡിജിറ്റൽ ക്ലാസ് റൂമിലാണ് ഇപ്പോൾ ക്ലാസ്സിലെടുക്കുന്നത്. അപ്പോൾ അവിടുത്തെ പുതുതായിട്ട് കുട്ടികൾ വരുമ്പോൾ ആ റൂമുകളിലേക്ക് പ്രൊജക്ടർ, അതുപോലെ ലാപ്ടോപ്പുകൾ, അതുപോലുള്ള സൗകര്യങ്ങൾ നമ്മൾ ഏർപ്പെടുത്തേണ്ടതായിട്ട് വരും. അതായത് അടിസ്ഥാനപരമായുള്ള വികസനം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ? അത് അത്യാവശ്യമായിട്ട് വേണ്ട സൗകര്യമാണ്. ഇത് രാജാസിലെ മാത്രം കാര്യമായിരിക്കില്ല. മലപ്പുറം ജില്ലയിൽ ഒട്ടുമിക്കാലും സ്കൂളുകളിലും ഇതേ ഒരു അവസ്ഥയുണ്ട്. കാരണം പരിമിതമായ സൗകര്യത്തിൽ നിന്നുകൊണ്ടാണ് അവർ ഇത്രയും കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികൾ വരുമ്പോൾ അവർക്ക് വേണ്ട ക്ലാസ് റൂമുകൾ ഒരുക്കുക, അനുബന്ധ പഠന സൗകര്യങ്ങൾ ഒരുക്കുക, ഇതൊക്കെ ഈ എല്ലാ സ്കൂളുകളും നേരിടാൻ പോകുന്ന ഒരു വെല്ലുവിളിയാണ്. സർക്കാർ തീരുമാനം സ്വാഗതം ചെയ്യുമ്പോൾ പോലും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാർ കുറച്ചുകൂടി ഫണ്ട് നീക്കിവെച്ച് അതിനുവേണ്ട ശ്രമങ്ങൾ കൂടി നടത്തണമെന്ന ഒരു അഭ്യർത്ഥനയാണ് ഈ സ്കൂളിലെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒക്കെ ഒരേപോലെ പങ്കുവെക്കാനുള്ളത്. കോട്ടക്കലിൽ നിന്നും അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. പരമ്പരാഗത ഹിന്ദു വിവാഹത്തിന്റെ പ്രാധാന്യം വിശദീകരിച്ച് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്കാരമാണ് പരമ്പരാഗത ഹിന്ദു വിവാഹം. സമ്പന്നമായിട്ടുള്ള ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും പരമ്പരാഗത ഹിന്ദുവിൻ്റെയും ആഴത്തിലേക്കാണ് അതിഥികളെ ക്ഷണിച്ചതെന്നും മുകേഷ് അംബാനി പറഞ്ഞു. Our most valued family, friends and guests, especially our friends from around the world who have come from a long distance. Good evening. We have with us as our special guests today our spiritual and religious leaders. They have come specially to bless Anant and Radhika. Aap sabko mera sadar pranam aur khub khub swagat. To all our guests today, on behalf of Neeta and me, I have to say that the Bharat took over and we could not welcome you
as we would have liked to from our heart. So my apologies. We wanted to welcome each and every one of you. And I take this opportunity that Neeta, I, along with Shaila and Viren, welcome each and every one of you with a warm heart. In the Indian tradition, marriage is between two individuals, whereas a wedding is between two families and all their friends and near and dear ones. Therefore, we are profoundly grateful to all of you for sharing our joy and excitement at the auspicious wedding of Shubh Vivah Sanskar of Anant and Radhika. This is the final and the most auspicious ceremony of their divine union and the last wedding in our family. Neeta has worked very hard to curate a deeply immersive experience of India's rich culture and a spirit of a traditional Indian wedding. Over the next 2 days, participate wholeheartedly in the festivities and enjoy them to your heart's content. I am sure all of us together will make memories that will last forever. I must say that we have started well. I was overjoyed to see many of you dance rapturously in the Bharat ceremony as a part of the groom's procession. And only I thought that I could dance with my granddaughter, but Boris beat me to it. He had 2 daughters with him, and he did a great job, Boris. So that truly was a hurricane, wasn't it? Now the calm has descended. It's time for the sanctified rituals of a traditional Hindu marriage in the presence of all our loved ones and well-wishers like you. On this long-awaited occasion, I invoke with utmost devotion the blessings of our Kul Devta, our Gram Devta, and Ishta Devta, and all the elders of the Ambani and the merchant families. The first to bless Anant and Radhika will be their doting grandparents, those who are with us today and those who are in heaven. Today I pray to the Almighty that Radhika and Anant be so blessed that their life together is filled with Sukh, Swasthya, Samriddhi, and Safalta, happiness, health, prosperity, and success. I also pray for the good health and the limitless happiness and the boundless success for each and every one present here, and your blessings for Anant and Radhika. On this auspicious day, together with all of you, we invoke Panch Tattva, the 5 foundational elements of Mother Nature that nurture all life on planet Earth so that they offer strength and sustenance to the couple. सनातन धर्म में विवाह को जीवन का सबसे महत्वपूर्ण संस्कार मानते हैं। अनंत काल से विवाह व्यक्ति को समाज से, धर्म से और आध्यात्म से जोड़ता है। When marriage is performed according to the Sanatan Vidhi, it acquires the divinity of celestial unions. Just as Lakshmi resides in Vishnu's heart, Anant will always keep Radhika in his heart. This will make their married life beautiful, blissful, smooth, and cultured. The Vedas regard marriage as a duty towards humanity. Marriage is the basis of a family. Family is the basis of community, and community is the basis of society and the larger human family. Marriage thus becomes the most essential guarantor of the continuity, cohesion, and well-being and progress of the human race. Therefore, the matrimony of Anant and Radhika commits them to serve humanity as a whole. Friends, guests, ladies and gentlemen, the air is filled with spiritual aroma. Gods and goddesses have descended from heaven into this Vaikuntha Lok. All of you have settled. And now, with your blessings and good wishes, let us begin the most pious ceremony of Shubh Vivah. Thank you. Jai Shri Krishna.
കഴിഞ്ഞ ദിവസങ്ങൾ വലിയ ചർച്ച ചെയ്താണ് ഈ ആസിഫ് അലി രമേശ് നാരായണൻ വിവാദം. അത് ഒരുപക്ഷെ അത് രണ്ടുപേരും അതിൽ ഒരു ഹെയ്റ്റ് ക്യാമ്പയിനൊന്നും പാടില്ല എന്ന് ആസിഫ് അലി തന്നെ രംഗത്തെത്തി ഒരുപാട് പിന്തുണ സമൂഹ മാധ്യമങ്ങളിൽ ലഭിച്ച കാര്യമൊക്കെ ആസിഫ് അലി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. എന്നാണെങ്കിലും ഈ സമൂഹ മാധ്യമങ്ങളിലെ ആ വലിയ ചർച്ച അത് എത്തരത്തിലാണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ നമുക്ക് കൂടുതൽ വിശദീകരിക്കാൻ സാഹചര്യമില്ല. എന്നാലും അത് വളരെ ദൗർഭാഗ്യകരമായി പോയി എന്നുള്ളതാണ് ഈ മനോരഥങ്ങൾ എന്ന സിനിമയുടെ സംവിധായകയും MT വാസുദേവൻ നായരുടെ മകളുമായിട്ടുള്ള അശ്വതി നായർ ന്യൂസ് 18നോട് പറഞ്ഞത്. OTT റിലീസിനൊരുങ്ങുന്ന മനോരഥങ്ങളുടെ വിശേഷങ്ങളും പങ്കുവെക്കുകയാണ് അശ്വതി നായർ. എന്നാണെങ്കിലും അത് ദൗർഭാഗ്യകരമായി പോയി. ആസിഫ് അലി രമേശ് നാരായണൻ വിവാദം അതിൽ കൂടുതൽ ചർച്ചകളിലേക്ക് നീങ്ങിയത് ദൗർഭാഗ്യകരമാണ് എന്നാണ് MTയുടെ മകൾ കൂടിയായിട്ടുള്ള അശ്വതി നായർ ന്യൂസ് 18നോട് തൊട്ടു മുമ്പ് പ്രതികരിച്ചത്. നമുക്ക് പ്രതികരണത്തിലേക്ക് പോകാം. MT വാസുദേവൻ നായരുടെ 9 കഥകൾ സിനിമയാവുകയാണ്. ഓഗസ്റ്റ് 15-നാണ് ഇതിൻ്റെ ആന്തോളജി സിനിമ ഇറങ്ങുന്നത്. എന്തായാലും ഇതിലെ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് MTയുടെ മകളും നർത്തകിയുമായ അശ്വതി നായരാണ്. ഇപ്പം എന്തായാലും നമ്മളുടെ കൂടെ അശ്വതി നായർ ചേരുന്നുണ്ട്. നമ്മൾ മനോരഥങ്ങൾ ആലോചിക്കുമ്പോൾ ഇതൊരു ചെറിയ പ്രോജക്റ്റായിട്ടാണ് ആലോചിച്ചത്. ഒരു 10 കഥകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. എന്നിട്ട് അത് ഇതുപോലെ എനിക്ക് രവീന്ദ്രനാഥ് ടാഗോർ സ്റ്റോറീസ് കണ്ടിട്ടാണ് അങ്ങനെ ഒരു പ്രചോദനം ഉണ്ടായത്, അതുപോലെ ചെയ്യാമല്ലോ. അങ്ങനെ ആലോചിക്കുമ്പോൾ ഇത് സരിഗമ എൻട്രിയോടുകൂടി ഇത് വലിയൊരു പ്രോജക്റ്റായി. പിന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ കഥകൾ ചെയ്യാൻ ഒരുപാട് കാലമായി മോഹിച്ചു നിന്ന ആൾക്കാർ ഡയറക്ടേഴ്സ് ഉണ്ട്. അവർക്ക് ഇതിലൂടെ അത് സാധിച്ചു കൊടുക്കുക, അതിനൊരു നിമിത്താവുക, അങ്ങനെ ഒരു ഇൻറ്റൻഷൻ. പിന്നെ എല്ലാവരും കൂടി വന്ന് ഇത് അച്ഛനൊരു ട്രിബ്യൂട്ടായിട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ എല്ലാവരും, ആദ്യത്തെ ഫോൺ കോൾ ചെയ്യുന്ന ആൾ മുതൽ എല്ലാവരും, ആർട്ടിസ്റ്റ് ആവട്ടെ ഡയറക്ടേഴ്സ് ആവട്ടെ, എല്ലാവരും ഇതിൻ്റെ കൂടെ നിന്നു എന്നുള്ളതാണ്. ഷൂട്ടിൻ്റെ സമയത്തൊക്കെ നമ്മൾ കോവിഡ് ടൈമിലാണ് ഷൂട്ട് തുടങ്ങിയത്. നല്ല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും വളരെ നിറഞ്ഞ മനസ്സോടെ വന്ന് സഹകരിച്ചു. അതെനിക്ക് തോന്നുന്നു അത് തന്നെയാണ് മനോരഥങ്ങൾക്ക് ഇങ്ങനെ ഒരു വരവേൽപ്പ് കിട്ടാനുള്ളൊരു ഇത് മുമ്പ് എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇല്ലാത്തൊരു സംഭവമാണ്. ഇത്രയും ആർട്ടിസ്റ്റിനെ, ഇത്രയും ടെക്നിക്കൽ ബ്രില്യൻസ് ഉള്ള ഡയറക്ടേഴ്സിനെയൊക്കെ നമുക്ക് അണിനിരത്തി കൊണ്ടുവരാൻ സാധിച്ചത്. മനോരഥങ്ങളുടെ ഐഡിയ ആരുടെയാണ്? അച്ഛൻ്റെ ആണോ? അല്ല, മനോരഥങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ടാഗോർ സ്റ്റോറീസ് കണ്ടപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ വന്നതായിരുന്നു. അപ്പം അത് കണ്ടപ്പം തോന്നി എന്തുകൊണ്ട് നമുക്കിങ്ങനെ ചെയ്തുകൂടാ. അച്ഛൻ്റെ 10, 250, 300ഓളം ചെറുകഥകളുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കിങ്ങനെ ഒരു സംഗതി ചെയ്തുകൂടാ എന്ന് തോന്നിയിട്ട് അങ്ങനെയാണത് എന്താ പറയുക ഉരുത്തിരിഞ്ഞു വരുന്നത്. എന്തായാലും അച്ഛൻ ഇപ്പോൾ കഥകൾ എഴുത്തുകാരൻ മാത്രമല്ല, തിരക്കഥാകൃത്താണ്, മികച്ച സംവിധായകനായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഒരു പിന്തുണ, അല്ലെങ്കിൽ ഇതിൽ അച്ഛൻ്റെ എല്ലാ ഇടങ്ങളിലും അച്ഛന് കൈകടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അശ്വതിയുടെ അശ്വതി ചെയ്തിരിക്കുന്ന സിനിമയിലും അച്ഛൻ്റെ ഇടപെടലുണ്ടായിട്ടുണ്ടോ? ഇല്ല, എല്ലാത്തിൻ്റെയും തിരക്കഥ ഒരുക്കുക എന്നുള്ള ഒരു ഇതാണ് അച്ഛൻ ചെയ്തത്. ആ സമയത്ത് ഞാൻ കൂടെ ഇരുന്നിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ കഥകളാണല്ലോ, ഒരു 30-40 മിനിറ്റ്സ് ഡ്യൂറേഷനിൽ ചെയ്യുന്ന സിനിമകൾ. അതല്ലാത്ത മേഖലയിൽ ഇപ്പോൾ അച്ഛന് പ്രായത്തിനനുസരിച്ച് ഇപ്പോൾ ഷൂട്ടിങ്ങിന് വരാനോ ഒന്നും സാധിച്ചില്ല. പക്ഷേ എൻ്റെ സിനിമയുടെ ആദ്യത്തെ ദിവസം ഞാൻ വരാൻ പറഞ്ഞു. അച്ഛനും അമ്മയും ഉണ്ടാവണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അവർ വന്നു. ആദ്യത്തെ ദിവസത്തെ ഷൂട്ടിംഗ് കണ്ടിട്ടാണ് അച്ഛൻ മടങ്ങിയത്. പിന്നെ ഓരോ ഡയറക്ടേഴ്സിനും അവർക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ, അവർക്കുള്ള സംശയങ്ങൾ, അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, ഇതൊക്കെ അച്ഛൻ അവരുടെ കൂടെ നിന്ന് ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. അച്ഛൻ ഈ ലൊക്കേഷനിലൊക്കെ സജീവമായിരുന്നു, അതോ പിന്നെ എല്ലാ സ്ഥലത്തും എത്തിയിരുന്നു? അങ്ങനെ ഇല്ല, ഞാൻ പറഞ്ഞല്ലോ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഷൂട്ടിന് അങ്ങനെ എവിടെയും പോയിട്ടില്ല. ആകെ 2 സ്ഥലത്താണ്. ഒന്ന് എൻ്റെ സിനിമയുടെ ഫസ്റ്റ് ഡേ വന്നിരുന്നു ഷൂട്ടിന്. ഫോർട്ട് കൊച്ചിയിലും ചെന്നൈയിലും വെച്ചാണ് ചെയ്തത്. അപ്പോൾ കൊച്ചിയിലുള്ള സെറ്റിൽ വന്നിരുന്നു. പിന്നെ ഓളവും തീരവും ഷൂട്ടിന് ലാൽ സാറും പ്രിയൻ സാറും കൂടി തൊടുപുഴയായിരുന്നു. അപ്പോൾ അതിന് ഒരു ദിവസം അവിടെയും വിസിറ്റ് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ അതൊരു
ഒരു എന്താ പറയുക, ഒരു ഹിസ്റ്റോറിക്കൽ പ്രോജക്റ്റാണല്ലോ. അപ്പോൾ എന്തായാലും 15-നാണ് ഇപ്പോൾ റിലീസ്, OTT റിലീസ് മാത്രമാണ്. തിയേറ്റർ റിലീസ് വേണ്ടാന്ന് വെച്ചതാണോ? അല്ല, ഇത് OTTക്ക് വേണ്ടി കൺസീവ് ചെയ്തൊരു പ്രോജക്റ്റാണ്. അപ്പോൾ അത് OTT റിലീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ആദ്യമേ തീരുമാനിച്ചാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ട്രെയിലർ പിന്നെ ലോഞ്ച് ഒരു വിവാദത്തിലേക്കൊക്കെ വന്നു. ഇതിൻ്റെ സംഘാടനമൊക്കെ നല്ല രീതിയിലാണോ? അത് എങ്ങനെ കാണുന്നു? അത് ആ വിവാദമൊക്കെ കെട്ടടങ്ങിയില്ലേ? ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിൽ അർത്ഥമില്ലാന്ന് തോന്നുന്നു. അത് ചില അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻസ് സംഭവിച്ചു. നമുക്ക് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ. എന്തായാലും മനോരഥങ്ങൾക്ക് വേണ്ടിയാണ് ഇനി നമ്മളുടെ കാത്തിരിപ്പ്. OTT റിലീസാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓഗസ്റ്റ് 15-ന് എത്തുകയാണ്. അതിൽ ഒന്ന് MT വാസുദേവൻ നായരുടെ മകളായ അശ്വതി നായരാണ് അതിനകത്തൊരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. പ്രിയദർശനും ജയരാജും പോലുള്ള മുൻനിര സംവിധായകരും അതിനകത്തുണ്ട്. എന്തായാലും നമുക്ക് ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. ക്യാമറാമാൻ വിനോദ് കുമാറിനൊപ്പം S വിനേഷ് കുമാർ, News 18 കോഴിക്കോട്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിൽ 4 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 25 പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കണ്ണൂർ, തലശ്ശേരി താലൂക്കുകളിലാണ് 2 വീതം ക്യാമ്പുകൾ തുറന്നത്. താലൂക്ക് കേന്ദ്രങ്ങളിൽ കൺട്രോൾ റൂമുകളും ആരംഭിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ജോ ബൈഡൻ പിന്മാറുന്നതാണ് നല്ലതെന്ന് മുൻ പ്രസിഡന്റ് ബറാക് ഒബാമ പറഞ്ഞുവെന്ന് റിപ്പോർട്ട്. ബൈഡന്റെ വിജയസാധ്യത കുറഞ്ഞുവെന്ന് ഒബാമ അടുത്ത സുഹൃത്തുക്കളോട് വ്യക്തമാക്കിയെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രംപുമായി നടത്തിയ പൊതുസംവാദത്തിൽ ബൈഡന്റെ പ്രകടനം മോശമായിരുന്നു. ഇത് ബൈഡന്റെ സ്ഥാനാർത്ഥിത്വത്തിന് തിരിച്ചടിയായെന്ന് ഒബാമ വിലയിരുത്തി. കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് ഐസൊലേഷനിലാണ് ജോ ബൈഡൻ ഇപ്പോൾ. ഇനിയുമുണ്ട് വാർത്തകൾ. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. വീടുകൾ വാർത്തകളിലേക്ക്. പറവൂരിലും സമീപ പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു എന്നുള്ളതാണ്. 2 ദിവസങ്ങളായി 10-ലേറെ പേർക്കാണ് കടിയേറ്റത്. രാവിലെ നടക്കാനിറങ്ങിയപ്പോഴാണ് പലർക്കും ഈ തെരുവുനായുടെ ആക്രമണം നേരിടേണ്ടി വന്നത് എന്നുള്ള റിപ്പോർട്ടാണ് ഇനി. എഴിക്കര, പെരുവാരം, കിഴക്കേപ്പുറം മേഖലകളിലായാണ് തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുന്നത്. ഇവിടങ്ങളിൽ പുറത്തേക്കിറങ്ങാൻ പോലും നാട്ടുകാർക്ക് പേടിയായി തുടങ്ങി. രാവിലെ നടക്കാനിറങ്ങിയവരിൽ പലർക്കു നേരെയുമാണ് ഇപ്പോൾ തെരുവുനായ ആക്രമണമുണ്ടായത്. കടിയേറ്റവരിൽ കൂടുതൽ പേരും പറവൂർ ഗവൺമെന്റ് ആശുപത്രി, എറണാകുളം ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിലായി ചികിത്സ തേടിയിട്ടുണ്ട്. മിക്കവർക്കും കാലിനാണ് തെരുവുനായയുടെ കടിയേറ്റത്. മുമ്പിലൊരാളുണ്ടായിരുന്നു. അയാളുടെ അടുത്ത് വന്നപ്പോ പട്ടി ഇങ്ങനെ കൊട കയ്യിലുണ്ടായിരുന്നോണ്ട് അയാള് മണത്ത് നോക്കിയിട്ട് ഇങ്ങോട്ട് പോന്നു. നേരെ തൊട്ട് പുറകില് ഞാനും ഉണ്ട്. വന്നപ്പോ പട്ടി പുറകിൽ വന്ന് നിന്നപ്പോ എനിക്ക് സംശയം. ഞാൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോ ഇത് നിൽക്കുന്ന അവിടെ. അപ്പൊ ഞാൻ കൊട ഇങ്ങനെ വീശി കാണിച്ചപ്പോഴ് അത് പോയില്ല, അത് ഒറ്റ കടിയടിച്ചു. ഇന്നലെ രാവിലെ നാട്ടിലേക്ക് ഇറങ്ങി നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ പുറകെ കൂടി വന്നപ്പോ ഒറ്റ കൊടുത്തോളൂ ഈ പട്ടി വെള്ളക്കുടത്തേക്ക് അടിച്ചു, അടിച്ച് തെറിപ്പിച്ച് ചോരയുടെ കൈലാസം വരും. 10 മിനിറ്റ് പട്ടിയുടെ പറയുന്നത് പിള്ളേര് സ്കൂളിൽ പോകുന്ന പിള്ളേരൊക്കെ കടിക്കുമെന്ന് പേടിച്ചിട്ട് ഞാൻ ചെന്നത് പട്ടി അകത്ത് കിടപ്പുണ്ട്. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇത് വന്നാണ്ട് അപ്പൊ എൻ്റെ ഒരു ചെറിയ വടിയായിരുന്നു. ഞാൻ വടിക്ക് അടിച്ച് വടി ഒടിഞ്ഞു പോയി. അങ്ങനെ അപ്പൊ തന്നെ ചാടി കടിക്കായിരുന്നു. ഇവനുണ്ടായിരുന്നു. പറവൂർ നഗരസഭാ പരിധിയിലാണ് കൂടുതൽ പേർക്കും ആക്രമണം നേരിടേണ്ടി വന്നത്. നഗരസഭാ പരിധിയിൽ നായ്ക്കൾക്ക് വന്ധ്യംകരണം നടപ്പാക്കുന്നില്ലെന്ന് പരാതി ഉയരുന്നുണ്ട്. ഒരാഴ്ച മുമ്പ് ഗോതുരുത്ത് സ്വദേശിയായ ഹാഷിം എന്ന വിദ്യാർത്ഥിയെ തെരുവു നായ്ക്കൾ കൂട്ടമായി ആക്രമിക്കാനെത്തിയിരുന്നു. നായ്ക്കളെ കണ്ട് ഭയന്ന് സൈക്കിളിൽ പോയ വിദ്യാർത്ഥി വീണ് കൈക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ന്യൂസ് 18 കൊച്ചി. കാസർഗോഡ് ജില്ലയിൽ കടലാക്രമണം അത് രൂക്ഷമായി തുടരുകയാണ്. തൃക്കണ്ണാട് കടപ്പുറത്ത് നിരവധി വീടുകൾ ഇതിനോടകം കടലെടുത്തു എന്നുള്ളതാണ്. ഒരുപാട് വീടുകൾ ഇങ്ങനെ ആ കടലാക്രമണ ഭീഷണി നേരിടുകയും ചെയ്യുന്നുണ്ട്. ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ വിവരങ്ങൾ ബൈജു നൽകും. കാസർഗോഡ് നിന്ന് ബൈജു, അവിടെ റെഡ് അലർട്ടൊക്കെ പ്രഖ്യാപിച്ച് തീവ്ര മഴയുടെ സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. ഈ കടലാക്രമണം രൂക്ഷമാണ്.
കാസർഗോഡ് ജില്ലയിൽ ഇന്നും മഴ ശക്തമാണ്. ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത് തീരപ്രദേശങ്ങളിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃക്കണ്ണാട് കടപ്പുറത്താണ്. ഇവിടെ നിരവധി വീടുകളാണ് ഇത്തരത്തിൽ കടലെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴും നിരവധി വീടുകൾ അപകട ഭീഷണിയിലാണ്. കടലിന്റെ വലിയ രൗദ്രഭാവം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അത്തരത്തിൽ വലിയ തിരമാലകളാണ് തീരത്തോട് ചേർന്ന് വരുന്നത്. ഇത് സംസ്ഥാന പാതയിൽ, അതായത് കാഞ്ഞങ്ങാട് ചന്ദ്രഗിരി പാലം വഴിയുള്ള സംസ്ഥാന പാതയിൽ അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു തീരപ്രദേശം കൂടിയാണ്. വീടുകൾക്ക് മാത്രമല്ല, ഈ സംസ്ഥാന പാതയ്ക്ക് തന്നെ വലിയ ഭീഷണിയാണ് ഇവിടെ ഈ കടലിന്റെ കടലാക്രമണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ പ്രദേശത്ത് 2000-ഓളം കുടുംബങ്ങളാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത്. എന്തായാലും നമുക്കൊപ്പം ഈ പ്രദേശവാസി കൂടിയായ ഒരാൾ കൂടി ചേരുന്നു. സുരേന്ദ്രനാണ് ചേരുന്നത്. അദ്ദേഹം കുറുമ്പ ഭഗവതി ക്ഷേത്ര പ്രസിഡന്റ് കൂടിയാണ്. സുരേന്ദ്രൻ, നിലവിൽ എന്താണ് നിലവിലൊരു അവസ്ഥ? നിലവിലെ കടൽ വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ ആയിട്ട് ഒരു 10 മീറ്ററിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. ചില ചെറുമല ഏരിയകൾ 5 മീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ കടലാണെങ്കിൽ മഴക്കാലം കഴിഞ്ഞപ്പോൾ ഒരാഴ്ചയായിട്ട് കടൽ ക്ഷോഭം വളരെ കൂടിയിരിക്കും. കാരണം മഴ കൂടിയതുകൊണ്ടാണ്. അപ്പോൾ തീരദേശവാസികൾ വളരെ കഷ്ടപ്പെടും. കഴിഞ്ഞ 2 മാസമായിട്ട് മത്സ്യബന്ധനമായ ഒരു പ്രവൃത്തി ഇവിടെ ഇല്ല. കാരണം വളരെ കഷ്ടത്തിലാണ് കഴിയുന്നത്. അതിനനുസരിച്ച് മുമ്പ് വളരെ വീടുകളും ബിൽഡിങ്ങുകളും തകർന്നിരുന്നു. അത് ഈ വർഷം കൂടി ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. കടൽ കൂടുതലാണ് ഇപ്പോൾ കാണുന്നത്. കൂടാതെ തൃക്കണ്ണാട് ക്ഷേത്രത്തിൻ്റെ കർക്കിടക ഭാഗം ആയിരക്കണക്കിന് ആൾ വരേണ്ട സമയമാണ് അടുത്ത മാസം 3-ാം തീയതി. അതിനുള്ള സൗകര്യം തന്നെ ഉണ്ടാവുമോ എന്ന് സംശയമാണ്. കടലാണെങ്കിൽ വളരെ വളരെ അടുത്തുകൊണ്ടിരിക്കുന്നത്. അധികാരികൾ ഇന്നുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. കലക്ട്രേറ്റിൽ പോയി അവിടെ പറഞ്ഞാൽ എല്ലാ വർഷം തോറും കലക്ടർ മുതൽ മന്ത്രി, MP, MLA എല്ലാവരും ഇങ്ങനെ വാക്ക് തരുന്നില്ലാതെ ഇന്ന് വരെ ഒരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടിട്ടില്ല. അതാണ് ഏതായാലും ഇവിടുത്തെ ഏറ്റവും വലിയ പരാതി. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ അധികാരിയുടെ ഭാഗത്തു നിന്നും യാതൊരു നീക്കവും ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ്. ഏതായാലും ഈ പ്രദേശത്ത് നിരവധി വീടുകളാണ് ഇത്തരത്തിൽ അപകട ഭീഷണിയിലുള്ളത്. നിരവധി വീടുകൾ ഇതിനോടകം തന്നെ കടലെടുത്തിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ ഇന്നും അതിശക്തമായ മഴ മുന്നറിയിപ്പാണുള്ളത്. മലയോര മേഖലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ സാധ്യത നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലുള്ളവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാണെങ്കിലും പലരും അവരുടെ ബന്ധുവീടുകളിലേക്കാണ് ഇത്തരത്തിൽ മാറുന്ന സാഹചര്യമുണ്ടായത്. ഏതായാലും വരും മണിക്കൂറുകളിലും അതിശക്തമായ മഴ മുന്നറിയിപ്പ് തന്നെയാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. മലപ്പുറം നിലമ്പൂരിൽ കനത്ത മഴയിൽ ഉൾവനത്തിൽ ഒറ്റപ്പെട്ട ആദിവാസി കുടുംബങ്ങൾക്ക് ഭക്ഷ്യകിറ്റുമായി വനപാലകരെത്തി. സ്വന്തമായി ഫണ്ട് കണ്ടെത്തിയ 25 കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ അടങ്ങിയ കിറ്റുകളുമായിട്ടാണ് വനപാലകരെത്തിയത്. ചാലിയാർ പഞ്ചായത്തിലെ പന്തീരായിരം ഉൾവനത്തിൽ ഒറ്റപ്പെട്ടു പോയ 22 കുടുംബങ്ങൾക്കാണ് അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ VK മുഹസിനും സംഘവും ഭക്ഷ്യക്കിറ്റ് എത്തിച്ചത്. അകമ്പാടം വനം സ്റ്റേഷനിൽ നിന്ന് 22 കിലോമീറ്റർ ഉള്ളിലുള്ള വെറ്റിലക്കൊല്ലി നഗറിലായിരുന്നു കിറ്റ് വിതരണം. പാലക്കയത്ത് നിന്ന് എടവണ്ണ റേഞ്ചിന്റെ ചുമതലയുള്ള FCCF ദേവപ്രിയ അകമ്പാടം സ്റ്റേഷനിലെ വനജീവനക്കാർ ഉൾപ്പെടെയുള്ള വനപാലകർ 2.5 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചാണ് വെറ്റിലക്കൊല്ലിയിലെത്തിയത്. ദുർഘടമായ പാത ആയതിനാൽ ഭക്ഷ്യസാധനങ്ങൾ ജീപ്പിലും എത്തിച്ചു. മഴക്കാലമായതോടെ ഈ കുടുംബങ്ങൾക്ക് പുറം ലോകത്തേക്ക് എത്താൻ സാധിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് വനപാലകർ കാടുകയറിയെത്തിയത്. അരി, വെളിച്ചെണ്ണ, പഞ്ചസാര ഉൾപ്പെടെ അടങ്ങിയ കിറ്റുകളാണ് കുടുംബങ്ങൾക്ക് നൽകിയത്. ന്യൂസ് 18 മലപ്പുറം. CPM-ന്റെ നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. പാർട്ടി നേതാക്കളുടെയും സർക്കാരിൻ്റെയും തെറ്റിദ്ധരുത്തി ജനവിശ്വാസം തിരിച്ചുപിടിക്കാനുള്ള രേഖ ചർച്ച ചെയ്ത് അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നേതൃയോഗം. സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ഇന്ന് ചേരുന്നത്. ഞായർ, തിങ്കൾ ദിവസങ്ങളിലായി സംസ്ഥാന സമിതി ചേർന്ന് തെറ്റിദ്ധരുത്ത രേഖയ്ക്ക് അംഗീകാരം നൽകും. തിരിച്ചടി മറികടന്ന് തിരിച്ചുവരാനുള്ള തെറ്റുതിരുത്തൽ രേഖയാണ് CPM ചർച്ച ചെയ്യാൻ പോകുന്നത്. ഭരണവിരുദ്ധ വികാരവും ക്ഷേമപ്രവർത്തനങ്ങളുടെ മുടക്കവുമാണ് ഇത്ര വലിയ ജനരോഷത്തിന് കാരണമായതെന്ന് CPM തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സർക്കാരിലും പാർട്ടിയിലും തിരുത്തൽ വേണം എന്ന ആവശ്യം ശക്തമാണ്. അതിനുവേണ്ട നടപടികളാകും തെറ്റുതിരുത്തൽ രേഖയായി സംസ്ഥാന സമിതി അംഗീകരിക്കുക. വൻ മൂലധനം ആവശ്യമായ വൻകിട പദ്ധതികൾക്ക് പകരം ജനങ്ങൾക്ക് നേരിട്ട് ഗുണം ചെയ്യുന്ന ക്ഷേമ പദ്ധതികൾക്ക് സർക്കാർ മുൻഗണന നൽകും. ക്ഷേമ പെൻഷൻ, സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ എന്നിവ കുടിശ്ശിക തീർത്തു നൽകാനുള്ള ഷെഡ്യൂൾ ഇതിനകം സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ക്ഷേമ പദ്ധതികൾക്ക് മുടക്കമുണ്ടാകാൻ പാടില്ല എന്നതാണ് സർക്കാരിന് CPM നൽകിയിരിക്കുന്ന നിർദ്ദേശം. ക്ഷേമ പെൻഷൻ 1600-ൽ നിന്ന് ഉയർത്തും. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വിപണി ഇടപെടൽ ശക്തമാക്കും.
സപ്ലൈകോയ്ക്ക് കൂടുതൽ സഹായം ഉറപ്പാക്കും. പാർട്ടിയിലും തിരുത്താൻ ഏറെയുണ്ടെന്ന് നേതൃയോഗങ്ങളിൽ ചർച്ചകൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ചും നേതാക്കളുടെ ശൈലിയിലും ജനങ്ങളോടുള്ള പെരുമാറ്റത്തിലും. ജനങ്ങളിൽ നിന്ന് പാർട്ടി ഏറെ അകന്നുവെന്നും ജനമനസ്സ് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും പരിതപിക്കുന്നവരാണ് ബ്രാഞ്ച് മുതൽ പോളിറ്റ് ബ്യൂറോ വരെയുള്ള നേതാക്കൾ. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ശൈലിയിൽ മാറ്റം വേണമെന്ന ആവശ്യമുണ്ട്. നേതാക്കളുടെ ജീവിതശൈലി മാറിയതും പണത്തോട് ആർത്തി കൂടിയതും സ്വയം വിമർശനമായി നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ എങ്ങനെ അത് തിരുത്തും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. 8 വർഷം പിന്നിടുന്ന ഭരണം സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു. നേതാക്കളുടെ ധാർഷ്ട്യം കൂട്ടി. ഈ വാസ്തവം തിരിച്ചറിയുന്ന CPM എങ്ങനെ തിരുത്തുമെന്നാണ് അറിയേണ്ടത്. മന്ത്രിസഭയിലും സമൂലമായ അഴിച്ചുപണി വേണമെന്ന ആവശ്യമുണ്ടെങ്കിലും ഈ ഘട്ടത്തിൽ അത് പരിഗണിക്കാൻ ഇടയില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള NDA സംസ്ഥാനതല നേതൃയോഗം ഇന്ന് തൃശ്ശൂരിൽ നടക്കുകയാണ്. രാവിലെ 11 മണിയോടുകൂടി BJP തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസായിട്ടുള്ള നമോഭവനിലായിരിക്കും യോഗം ചേരുക. വി മുരളീധരൻ, കെ സുരേന്ദ്രൻ, തുഷാർ വെള്ളാപ്പള്ളി, കുമ്മനം രാജശേഖരനുൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കക്ഷി നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തൃശ്ശൂരിലെ വിജയം, അതിൻ്റെ ആത്മവിശ്വാസം, ഒപ്പം BJPക്ക് മറ്റു മണ്ഡലങ്ങളുണ്ടായ മുന്നേറ്റം ഒക്കെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവലോകനം, ഈ തെരഞ്ഞെടുപ്പിലുള്ള മുന്നൊരുക്കങ്ങളൊക്കെ ഈ യോഗത്തിലുണ്ടാകും. ഒപ്പം മുന്നണി വിപുലീകരണവും സംസ്ഥാന സർക്കാരിൻ്റെ അനാസ്ഥയ്ക്കെതിരെയുള്ള സമരപരിപാടികളും ആസൂത്രണം ചെയ്യുക കൂടി എന്ന ലക്ഷ്യവും കൂടി ഈ നേതൃയോഗത്തിലുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ നടന്നത് 35 കോടി രൂപയുടെ സൈബർ തട്ടിപ്പാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞും നിരവധി സാമ്പത്തിക തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. സ്കൈപ്പ് വഴി വെർച്വൽ കസ്റ്റഡി എന്ന പേരിലും തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് DCP T നിതിൻ രാജ് പറഞ്ഞു. സൈബർ ഇടങ്ങളിലെ ചതിക്കുഴികളിൽ ജാഗ്രതക്കുറവുകൊണ്ട് വിദ്യാസമ്പന്നരും അനുദിനം കുടുങ്ങുകയാണ്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത് 35 കോടി രൂപയുടെ സൈബർ തട്ടിപ്പുകൾ. ഒരു ദിവസം 10ഉം 12ഉം എന്ന കണക്കിൽ സൈബർ കേസുകൾ കൂടി വരുന്നു. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 60ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തു. കഴിഞ്ഞ ഈ 6 മാസത്തിനുള്ളിൽ തന്നെ ഏകദേശം 35 കോടി രൂപയുടെ സൈബർ തട്ടിപ്പുകൾ തിരുവനന്തപുരം സിറ്റിയിൽ മാത്രം പല രീതികളിലായിട്ട് ആൾക്കാർക്ക് നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ദീർഘനാളത്തെ സംഭാഷണങ്ങളിലൂടെ വിശ്വാസം നേടിയെടുത്താണ് തട്ടിപ്പ്. എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെന്ന് ചമഞ്ഞു നടത്തിയ നിരവധി തട്ടിപ്പ് കേസുകളും റിപ്പോർട്ട് ചെയ്തു. സ്കൈപ്പ് അടക്കമുള്ളവ വഴി വിർച്വൽ കസ്റ്റഡി എന്ന പേരിലാണ് ഇവർ തട്ടിപ്പ് നടത്തുന്നത്. ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ പല ഫേക്ക് ആപ്ലിക്കേഷൻസിലും അത് ഇൻവെസ്റ്റ് ചെയ്തതൊക്കെ അവരുടെ അക്കൗണ്ടിൽ തന്നെ റിഫ്ലക്ട് ആവുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഫർദറായി ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നഷ്ടപ്പെട്ട് പോകുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട രീതി, ഇന്ന് ഏതെങ്കിലും രീതിയിലേക്ക് നിങ്ങൾക്ക് ജോബ് ഓഫർ ചെയ്തിട്ടുണ്ട് എന്ന രീതിയിൽ ഒരുപക്ഷെ യൂട്യൂബിൽ ലൈക്ക് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഗൂഗിൾ റിവ്യൂ നടത്തിക്കൊണ്ട് ഇങ്ങനെ പല വിധങ്ങളായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന രീതിയിൽ നിങ്ങളെ ആദ്യം എംപ്ലോയ് ചെയ്യിക്കുകയും പിന്നീട് ഷെയർ കുറച്ച് കൂടുതലായിട്ടുള്ള പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയാണ് എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് ഓൺലൈനിലൂടെ ജോലി വാഗ്ദാനം ചെയ്തും വാഹനങ്ങളും മറ്റും വാങ്ങാനുണ്ടെന്ന വ്യാജേനയും ഇടപാടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടിയെടുക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സൈബർ തട്ടിപ്പിന് ഇരയാവുന്നവർ 1930 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ പരാതി രജിസ്റ്റർ ചെയ്യണമെന്നും തിരുവനന്തപുരം DCP T നിതിൻ രാജ് പറഞ്ഞു. ഈ ഒരു നമ്പർ ഇത് ഓർത്തു വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1930 ഏതെങ്കിലും രീതിയിലേക്ക് സൈബർ ഫ്രോഡ് അല്ലെങ്കിൽ ഫ്രോഡ് ട്രാൻസാക്ഷൻ ആണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പർ 1930 ഈ നമ്പറിൽ വിളിക്കുകയും നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ ഒഫൻസ് ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കേന്ദ്രീകൃത സംവിധാനത്തിൽ ഉടൻ തന്നെ പരാതിപ്പെടുന്നത് വഴി തട്ടിപ്പുകാരുടെ അക്കൗണ്ട് മരവിപ്പിക്കാനും പണം തിരിച്ചടയ്ക്കാനുമുള്ള സാധ്യത കൂടുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് പലയിടങ്ങളിലും മഴ അതിശക്തമാണ്. പ്രത്യേകിച്ചും എറണാകുളത്ത് അങ്ങോട്ടാണെന്ന് തോന്നുന്നു മഴ കൂടുതലും പെയ്യുന്നത്. ഈ തെക്കൻ ജില്ലകളിൽ അത്രമാത്രം മഴ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ അവധി ആവശ്യപ്പെടുന്ന കമൻറ്റുകൾ ഒരുപാടെന്ന് പറഞ്ഞാൽ അത് ഇത്രയും നേരം മലപ്പുറമായിരുന്നു, റയാൻ്റെ വരെ നമ്മൾ പറഞ്ഞതാണ്. പക്ഷേ ഇതിനപ്പുറം തൃശ്ശൂർ ലീവ് വേണമെന്നുള്ള ആവശ്യമുണ്ട് കേട്ടോ. ഇപ്പോൾ സ്മിത പറയുന്നു തൃശ്ശൂരിൽ നല്ല മഴയാണ്, ലീവ് വേണം. ബ്ലൂ മൂൺ പറയണം നല്ല മഴയാണ് തൃശ്ശൂർ. ഷബ്ന മലപ്പുറത്ത് ലീവ് വേണം എന്ന് ഷബ്നയും പറയുന്നു. ലില്ലി അവധിയാണോ, തൃശ്ശൂരിൽ അവധിയാണോ എന്നൊക്കെ ചോദിക്കുക. അങ്ങനെ ഒരുപാട് പേര്. കരിഷ്മ ഹെവി റെയിൻ ഇൻ തൃശ്ശൂർ. ബുഷറ മലപ്പുറം അവധി വേണം, നല്ല മഴയുണ്ട് എന്ന് പറയുന്നു.
എന്നാലും നല്ല മഴയാണ്, പലയിടങ്ങളിലും അവിടെയൊക്കെ അവധി വേണമെന്നുള്ള ആവശ്യമൊക്കെ ആയിട്ട് ഒരുപാട് പേർ വരുന്നുണ്ട്. പക്ഷേ എന്നാലും ഇതുവരെ അവധി പ്രഖ്യാപനം കൂടുതൽ ജില്ലകളിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. 5 ജില്ലകൾ മാത്രമാണ് നിലവിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ മലപ്പുറം ഇല്ല, തൃശ്ശൂരും ഇല്ല. അപ്പോൾ എന്നാലും സ്കൂളിലോ കോളേജിലോ എവിടെയാണെന്ന് വെച്ചാൽ പൊയ്ക്കോളാം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന T20 പ്രഥമ ക്രിക്കറ്റ് ലീഗിന്റെ ഫ്രാഞ്ചൈസികളെ തെരഞ്ഞെടുത്തു. അതിന്റെ വാർത്താസമ്മേളനം ഇന്നലെ നടന്നിരുന്നു. സെപ്റ്റംബർ 2 മുതൽ തിരുവനന്തപുരത്താണ് ഈ മത്സരങ്ങൾ. ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയം ആയിരിക്കും വേദിയാവുക. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന 2020 പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഫ്രാഞ്ചൈസികളാകാൻ ആകെ 13 അപേക്ഷകളാണ് ലഭിച്ചത്. മത്സര സ്വഭാവമുള്ള ടെൻഡർ നടപടികളിലൂടെ ഏറ്റവും കൂടിയ തുക ക്വോട്ട് ചെയ്യുന്നവർക്ക് 6 ടീമുകളുടെ ഉടമസ്ഥാവകാശം നൽകുകയായിരുന്നു. ടീമുകളുടെ പേരും മറ്റും പിന്നീട് തീരുമാനിക്കും. രജിസ്റ്റർ ചെയ്ത കേരളത്തിലെ താരങ്ങളിൽ നിന്ന് ലേലത്തിൽ പങ്കെടുക്കാനുള്ള കളിക്കാരെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തെരഞ്ഞെടുക്കും. ഫ്രാഞ്ചൈസി ലഭിച്ച ടീം ഉടമകൾ കളിക്കാരുടെ ലേലത്തിൽ നിന്ന് താരങ്ങളെ സ്വന്തമാക്കും. IPL കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള ലീഗായി കേരള ക്രിക്കറ്റ് ലീഗിനെ മാറ്റുക എന്നതാണ് ലക്ഷ്യമെന്ന് KCA ഭാരവാഹികൾ പറഞ്ഞു. നമ്മളൊരു വളരെ ഷോർട്ട് ടൈം ഫ്രെയിമിൽ നിന്നാണ് ഈ ഒരു ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്ക് വേൾഡ് കപ്പിന്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് സഞ്ജു വിളിച്ചിട്ട് ചോദിച്ചു, ചേട്ടാ ഇത് നടക്കുമോ ഈ സമയത്ത്, സെപ്റ്റംബറിൽ നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. തീരെ നമ്മൾ വളരെ എന്നുവെച്ചാൽ 1-2 ദിവസം നമ്മുടെ ഒരു ഷെഡ്യൂളിൽ നിന്ന് മാറിപ്പോയാൽ പോലും നമുക്ക് ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സ്ഥിതിയിൽ നിന്നിട്ട് നമ്മൾ തുടങ്ങിയതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ KCA ഫാമിലി, അതുപോലെ KPMG, ഇങ്ങനെ ഇവരുടെ എല്ലാം ഒരു സപ്പോർട്ടുണ്ട്. സെപ്റ്റംബറിൽ തിരുവനന്തപുരത്താകും KPL മത്സരങ്ങൾ നടക്കുക. ന്യൂസ് 18 തിരുവനന്തപുരം. ഒരുപാട് സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഒടുവിലാണ് മലപ്പുറത്തും +1 സർക്കാർ സ്കൂളുകളിൽ അധിക ബാച്ച് അനുവദിച്ചത്. ഭൗതിക സാഹചര്യങ്ങളുടെ പരിമിതികളിൽ വീർപ്പുമുട്ടുന്ന സ്കൂളുകൾ ഈ അധിക ബാച്ചിൽ വരുന്ന കുട്ടികൾക്ക് സൗകര്യമൊരുക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ്. അധിക ബാച്ച് നൽകിയ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്ന ഇവർ സ്കൂളിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി സർക്കാരിന്റെ പിന്തുണ തേടുന്നുണ്ട്. കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് അനുമോദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഒരുപാട് പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ശേഷമാണ് മലപ്പുറത്ത് അധിക +1 ബാച്ച് സർക്കാർ അനുവദിച്ചത്. 74 സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലായിട്ട് 120 ബാച്ച്. അതും എല്ലാം കൊമേഴ്സും ഹ്യൂമാനിറ്റീസുമാണ്. ഇത്രയും ബാച്ചുകൾ അനുവദിക്കുമ്പോൾ അതിൽ ഈ സ്കൂളുകളുടെ അവസ്ഥ എങ്ങനെയാണ് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടക്കലിലാണ് ഉള്ളത്. കോട്ടക്കലിൽ ജില്ലയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന സ്കൂളാണ്, നല്ല വിജയശതമാനമുള്ള സ്കൂളാണ്. അപ്പോൾ ഈ സ്കൂളിൽ ഇപ്പോൾ അധികമായിട്ടുള്ള ഈ 2 ബാച്ചിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള സ്മാർട്ട് ക്ലാസ് റൂം ഉപയോഗിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ്. അപ്പം ഇവിടെ ഇപ്പം ഏകദേശം 1500ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയായാലും 100 കുട്ടികളും കൂടി അധികം വരും. അപ്പം നമുക്കിപ്പോൾ നിലവിൽ ഈ ഒരു ഹാളാണ് ഇവിടെ ഉള്ളത്. പക്ഷെ അടുത്ത വർഷത്തേക്ക് ഇനിയും +2 ഈ കുട്ടികൾ +2 ആവും. വീണ്ടും +1 പുതിയ ബാച്ച് വരും. ആ സമയത്ത് നമുക്ക് ഇനിയിപ്പോൾ ഇരിക്കാനുള്ള ഒരു സ്ഥലപരിമിതി ഉണ്ടായിരിക്കും. അധ്യാപകരുടെ വലിയൊരു പ്രഷറാണല്ലോ 60 കുട്ടികൾ ഇരിക്കുന്ന വലിയ ക്ലാസ് മാനേജ് ചെയ്യാന്നുള്ളത്. അധ്യാപിക എന്ന നിലയിൽ ടീച്ചർക്ക് എങ്ങനെയാണ് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഞാനിപ്പം ക്ലാസ് 8 പീരീഡ് എനിക്ക് പഠിപ്പിക്കാനുണ്ട്. ഒരു പ്രിൻസിപ്പൽ എന്നുള്ള നിലയ്ക്ക് 8 പീരീഡ് എനിക്ക് പഠിപ്പിക്കാനുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് 60 കുട്ടികളെ മാനേജ് ചെയ്യാനൊന്നും അത്ര വലിയ പ്രയാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. ഹയർ സെക്കൻഡറി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓഫീസ് സ്റ്റാഫ് തീരെയില്ല. ഇവിടുത്തെ 2 ലാബ് അസിസ്റ്റന്റും മെറ്റേണിറ്റി ലീവിലാണ്. അപ്പം ഇത് കൊണ്ടു നടക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ്. എങ്കിലും നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളിൽ ഈ ഡിജിറ്റൽ ക്ലാസ് റൂമിലാണ് ഇപ്പോൾ ക്ലാസ്സിലെടുക്കുന്നത്. അപ്പോൾ അവിടുത്തെ പുതുതായിട്ട് കുട്ടികൾ വരുമ്പോൾ ആ റൂമുകളിലേക്ക് പ്രൊജക്ടർ, അതുപോലെ ലാപ്ടോപ്പുകൾ, അതുപോലുള്ള സൗകര്യങ്ങൾ നമ്മൾ ഏർപ്പെടുത്തേണ്ടതായിട്ട് വരും. അതായത് അടിസ്ഥാനപരമായുള്ള വികസനം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ? അത് അത്യാവശ്യമായിട്ട് വേണ്ട സൗകര്യമാണ്. ഇത് രാജാസിലെ മാത്രം കാര്യമായിരിക്കില്ല. മലപ്പുറം ജില്ലയിൽ ഒട്ടുമിക്കാലും സ്കൂളുകളിലും ഇതേ ഒരു അവസ്ഥയുണ്ട്. കാരണം പരിമിതമായ സൗകര്യത്തിൽ നിന്നുകൊണ്ടാണ് അവർ ഇത്രയും കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികൾ വരുമ്പോൾ അവർക്ക് വേണ്ട ക്ലാസ് റൂമുകൾ ഒരുക്കുക, അനുബന്ധ പഠന സൗകര്യങ്ങൾ ഒരുക്കുക, ഇതൊക്കെ ഈ എല്ലാ സ്കൂളുകളും നേരിടാൻ പോകുന്ന ഒരു വെല്ലുവിളിയാണ്. സർക്കാർ തീരുമാനം സ്വാഗതം ചെയ്യുമ്പോൾ പോലും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാർ കുറച്ചുകൂടി ഫണ്ട് നീക്കിവെച്ച് അതിനുവേണ്ട ശ്രമങ്ങൾ കൂടി നടത്തണമെന്ന ഒരു അഭ്യർത്ഥനയാണ് ഈ സ്കൂളിലെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമൊക്കെ ഒരേപോലെ പങ്കുവെക്കാനുള്ളത്.
കോട്ടക്കലിൽ നിന്നും അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ആസിഫ് അലി രമേശ് നാരായണൻ വിവാദത്തിൽ പ്രതികരിക്കുകയാണ്. മനോരഥങ്ങളുടെ സംവിധായികയും MT വാസുദേവൻ നായരുടെ മകളുമായിട്ടുള്ള അശ്വതി നായർ. അത് ദൗർഭാഗ്യകരമായി പോയി, അത്തരമൊരു ചർച്ചയും വിവാദവും എന്നാണ് ന്യൂസ് 18നോട് അശ്വതി പറഞ്ഞത്. OTT റിലീസിനൊരുങ്ങുന്ന മനോരഥങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു വിനേഷുമായി. MT വാസുദേവൻ നായരുടെ 9 കഥകൾ സിനിമയാവുകയാണ്. ഓഗസ്റ്റ് 15-നാണ് ഇതിൻ്റെ ആന്തോളജി സിനിമ ഇറങ്ങുന്നത്. എന്തായാലും ഇതിലെ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് MTയുടെ മകളും നർത്തകിയുമായ അശ്വതി നായരാണ്. ഇപ്പം എന്തായാലും നമ്മുടെ കൂടെ അശ്വതി നായർ ചേരുന്നുണ്ട്. നമ്മൾ മനോരഥങ്ങൾ ആലോചിക്കുമ്പോൾ ഇതൊരു ചെറിയ പ്രോജക്റ്റായിട്ടാണ് ആലോചിച്ചത്. ഒരു 10 കഥകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. എന്നിട്ട് അത് ഇതുപോലെ എനിക്ക് രവീന്ദ്രനാഥ് ടാഗോർ സ്റ്റോറീസ് കണ്ടിട്ടാണ് അങ്ങനെ ഒരു പ്രചോദനം ഉണ്ടായത്, അതുപോലെ ചെയ്യാമല്ലോ. അങ്ങനെ ആലോചിക്കുമ്പോൾ ഇത് സരിഗമ എൻട്രിയോടുകൂടി ഇത് വലിയൊരു പ്രോജക്റ്റായി. പിന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, അച്ഛൻ്റെ കഥകൾ ചെയ്യാൻ ഒരുപാട് കാലമായി മോഹിച്ചു നിന്ന ആൾക്കാർ, ഡയറക്ടേഴ്സ് ഉണ്ട്. അവർക്ക് ഇതിലൂടെ അത് സാധിച്ചു കൊടുക്കുക, അതിനൊരു നിമിത്താവുക, അങ്ങനെ ഒരു ഇൻറ്റൻഷൻ. പിന്നെ എല്ലാവരും കൂടി വന്ന് ഇത് അച്ഛനൊരു ട്രിബ്യൂട്ടായിട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ എല്ലാവരും, ആദ്യത്തെ ഫോൺ കോൾ ചെയ്യുന്ന ആൾ മുതൽ എല്ലാവരും, ആർട്ടിസ്റ്റ് ആവട്ടെ ഡയറക്ടേഴ്സ് ആവട്ടെ, എല്ലാവരും ഇതിൻ്റെ കൂടെ നിന്നു എന്നുള്ളതാണ്. ഷൂട്ടിൻ്റെ സമയത്തൊക്കെ നമ്മൾ കോവിഡ് ടൈമിലാണ് ഷൂട്ട് തുടങ്ങിയത്. നല്ല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, പക്ഷെ എല്ലാവരും വളരെ നിറഞ്ഞ മനസ്സോടെ വന്ന് സഹകരിച്ചു. അതെനിക്ക് തോന്നുന്നു അത് തന്നെയാണ് മനോരഥങ്ങൾക്ക് ഇങ്ങനെ ഒരു വരവേൽപ്പ് കിട്ടാനുള്ളൊരു ഇത് മുമ്പ് എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇല്ലാത്തൊരു സംഭവമാണ്. ഇത്രയും ആർട്ടിസ്റ്റിനെ, ഇത്രയും ടെക്നിക്കൽ ബ്രില്യൻസ് ഉള്ള ഡയറക്ടേഴ്സിനെ ഒക്കെ നമുക്ക് അണിനിരത്തി കൊണ്ടുവരാൻ സാധിച്ചത്. മനോരഥങ്ങളുടെ ഐഡിയ ആരുടെയാണ്? അച്ഛൻ്റെയാണോ? അല്ല, മനോരഥങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ടാഗോർ സ്റ്റോറീസ് കണ്ടപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ വന്നതായിരുന്നു. അപ്പം അത് കണ്ടപ്പം തോന്നി, എന്തുകൊണ്ട് നമുക്കിങ്ങനെ ചെയ്തുകൂടാ? അച്ഛൻ്റെ 250-300ഓളം ചെറുകഥകളുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കിങ്ങനെ ഒരു സംഗതി ചെയ്തുകൂടാ എന്ന് തോന്നിയിട്ട് അങ്ങനെയാണത് എന്താ പറയുക ഉരുത്തിരിഞ്ഞു വരുന്നത്. എന്തായാലും അച്ഛൻ ഇപ്പോൾ കഥകൾ എഴുത്തുകാരൻ മാത്രമല്ല, തിരക്കഥാകൃത്താണ്, മികച്ച സംവിധായകനായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഒരു പിന്തുണ, അല്ലെങ്കിൽ ഇതിൽ അച്ഛൻ്റെ എല്ലായിടങ്ങളിലും അച്ഛന് കൈകടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അശ്വതി ചെയ്തിരിക്കുന്ന സിനിമയിലും അച്ഛൻ്റെ ഇടപെടലുണ്ടായിട്ടുണ്ടോ? ഇല്ല, എല്ലാത്തിൻ്റെയും തിരക്കഥ ഒരുക്കുക എന്നുള്ള ഒരു ഇതാണ് അച്ഛൻ ചെയ്തത്. ആ സമയത്ത് ഞാൻ കൂടെ ഇരുന്നിരുന്നു. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ കഥകളാണല്ലോ, ഒരു 30-40 മിനിറ്റ്സ് ഡ്യൂറേഷനിൽ ചെയ്യുന്ന സിനിമകൾ. അതല്ലാത്ത മേഖലയിൽ ഇപ്പോൾ അച്ഛന് പ്രായത്തിനനുസരിച്ച് ഇപ്പോൾ ഷൂട്ടിങ്ങിന് വരാനോ ഒന്നും സാധിച്ചില്ല. പക്ഷേ എൻ്റെ സിനിമയുടെ ആദ്യത്തെ ദിവസം ഞാൻ വരാൻ പറഞ്ഞു. അച്ഛനും അമ്മയും ഉണ്ടാവണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അവർ വന്നു. ആദ്യത്തെ ദിവസത്തെ ഷൂട്ടിംഗ് കണ്ടിട്ടാണ് അച്ഛൻ മടങ്ങിയത്. പിന്നെ ഓരോ ഡയറക്ടേഴ്സിനും അവർക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ, അവർക്കുള്ള സംശയങ്ങൾ, അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, ഇതൊക്കെ അച്ഛൻ അവരുടെ കൂടെ നിന്ന് ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. അച്ഛൻ ഈ ലൊക്കേഷനിലൊക്കെ സജീവമായിരുന്നോ, അതോ പിന്നെ എല്ലാ സ്ഥലത്തും എത്തിയിരുന്നോ? അങ്ങനെ ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഷൂട്ടിന് അങ്ങനെ എവിടെയും പോയിട്ടില്ല. ആകെ 2 സ്ഥലത്താണ്. ഒന്ന് എൻ്റെ സിനിമയുടെ ഫസ്റ്റ് ഡേ വന്നിരുന്നു ഷൂട്ടിന്. ഫോർട്ട് കൊച്ചിയിലും ചെന്നൈയിലും വെച്ചാണ് ചെയ്തത്. അപ്പോൾ കൊച്ചിയിലുള്ള സെറ്റിൽ വന്നിരുന്നു. പിന്നെ ഓളവും തീരവും ഷൂട്ടിന് ലാൽ സാറും പ്രിയൻ സാറും കൂടി തൊടുപുഴയായിരുന്നു. അപ്പോൾ അതിന് ഒരു ദിവസം അവിടെയും വിസിറ്റ് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ അതൊരു എന്താ പറയുക, ഒരു ഹിസ്റ്റോറിക്കൽ പ്രോജക്റ്റ് ആണല്ലോ. അപ്പോൾ എന്തായാലും 15-നാണ് ഇപ്പോൾ റിലീസ്. OTT റിലീസ് മാത്രമാണ്, തിയേറ്റർ റിലീസ് വേണ്ടാന്ന് വെച്ചതാണോ? അല്ല, ഇത് OTTക്ക് വേണ്ടി കൺസീവ് ചെയ്തൊരു പ്രോജക്റ്റാണ്. അപ്പോൾ അത് OTT റിലീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ആദ്യമേ തീരുമാനിച്ചാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ട്രെയിലർ പിന്നെ ലോഞ്ച് ഒരു വിവാദത്തിലേക്കൊക്കെ വന്നു. ഇതിൻ്റെ സംഘാടനമൊക്കെ നല്ല രീതിയിലാണോ? അത് എങ്ങനെ കാണുന്നു? അത് ആ വിവാദമൊക്കെ കെട്ടടങ്ങിയില്ലേ? ഇനിയിപ്പോൾ അതിനെക്കുറിച്ച്
കൂടുതൽ പറയുന്നതിൽ അർത്ഥമില്ലാന്ന് തോന്നുന്നു. അത് ചില അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻസ് സംഭവിച്ചു. നമുക്ക് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ, എന്തായാലും മനോരഥങ്ങൾക്ക് വേണ്ടിയാണ് ഇനി നമ്മളുടെ കാത്തിരിപ്പ്. OTT റിലീസാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓഗസ്റ്റ് 15 എത്തുകയാണ്. അതിൽ ഒന്ന് MT വാസുദേവൻ നായരുടെ മകളായ അശ്വതി നായരാണ് അതിനകത്തൊരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. പ്രിയദർശനും ജയരാജും പോലുള്ള മുൻനിര സംവിധായകരും അതിനകത്തുണ്ട്. എന്തായാലും നമുക്ക് ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. ക്യാമറാമാൻ വിനോദ് കുമാറിനൊപ്പം S വിനേഷ് കുമാർ, News 18 കോഴിക്കോട്. നരേന്ദ്രമോദിയെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള RSS മേധാവിയുടെ പ്രസ്താവനയിൽ പരസ്യ പ്രതികരണം വേണ്ട എന്ന് BJP നേതാക്കൾക്ക് നിർദ്ദേശം. ചിലർക്ക് അമാനുഷികരും ഭഗവാനുമൊക്കെയാകാൻ ആഗ്രഹമുണ്ടെന്നായിരുന്നു മോഹൻ ഭാഗവത് ജാർഖണ്ഡിലെ ബിഷ്ണുപുരിൽ ലെവൽ വർക്കർ സമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവേ സൂചിപ്പിച്ചത്. നേരത്തെയും BJPക്കെതിരെ വിമർശനം RSS മേധാവിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. രഞ്ജിത്ത് രാമേന്ദ്രൻ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നു. രഞ്ജിത്ത്, ഈ RSS അന്ന് ഈ പ്രതീക്ഷിച്ച അത്രയും നേട്ടം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയാത്തതിന് പിന്നാലെ മോഹൻ ഭാഗവത് അന്ന് ആദ്യം തന്നെ ഈ ഒരു പരസ്യ പ്രതികരണം നടത്തിയിരുന്നു. ഇപ്പോൾ വീണ്ടും അത് ആവർത്തിക്കുന്നു. എന്നാൽ ഇതിനുള്ള മറുപടി ഒരു തരത്തിലും വേണ്ട എന്നുള്ള നിർദ്ദേശം തന്നെയാണോ? BJP പൂർണ്ണമായും നിശബ്ദമായി തന്നെ അതിൽ പ്രതികരിക്കേണ്ട എന്നുള്ള മട്ടിൽ തന്നെയാണോ? തീർച്ചയായും എൽദോ, നമുക്കറിയാം തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയത്തിന്, അയോധ്യയിലും UP യിലും അടക്കമുണ്ടായ വലിയ പരാജയത്തിന് പിന്നാലെ BJPക്കെതിരെ അതിരൂക്ഷ വിമർശനം നടത്തിയിരുന്നു മോഹൻ ഭാഗവത് നേരത്തെ ഒരു യോഗത്തിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഈ പറഞ്ഞതുപോലെ ജനങ്ങളെ കേൾക്കാൻ തയ്യാറായില്ല പലരും എന്നുള്ളതാണ്. ജനങ്ങളെ കേൾക്കാൻ തയ്യാറായില്ല, താഴെത്തട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറായില്ല, ദന്തഗോപുരങ്ങളിൽ ഇരുന്ന് ജോലി ചെയ്ത നേതാക്കൾക്ക് ജനങ്ങളുടെ പൾസ് മനസ്സിലായില്ല എന്നടക്കമുള്ള നിരവധിയായ വിമർശനങ്ങൾ RSS മേധാവിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും കേട്ടിരുന്നത് UP യിലടക്കം RSSന്റെ നിസ്സഹകരണം BJPയുടെ പരാജയത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും RSS മേധാവിക്കെതിരെ BJPയുടെ ദേശീയ അധ്യക്ഷനടക്കം RSSനെതിരെ വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം RSSന്റെ തണലിലല്ല ഇപ്പോൾ BJP ഉള്ളതെന്നും തങ്ങൾക്ക് സ്വന്തമായ അസ്തിത്വമുണ്ട് എന്നും BJPയുടെ ദേശീയ അധ്യക്ഷൻ ഒരു യോഗത്തിൽ പറഞ്ഞത് RSSന് അസ്വാരസ്യമുണ്ടാക്കിയെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ നരേന്ദ്രമോദിക്കെതിരെ പരോക്ഷ വിമർശനം എന്ന രീതിയിൽ ഇപ്പോൾ RSS മേധാവിയുടെ ഒരു പ്രസ്താവന വന്നത്. ചിലർക്ക് പല കാര്യങ്ങളിലും അമാനുഷികരും ഭഗവാനുമൊക്കെ ആകാൻ ആഗ്രഹമുണ്ടെന്നും എന്നാൽ ഭഗവാൻ വിശ്വരൂപമാണെന്നുമാണ് ഭാഗവത് പറഞ്ഞത്. അതിന് മുകളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആർക്കും അറിയില്ലെന്നും അദ്ദേഹം ജാർഖണ്ഡിലെ ഗുംലയിൽ നടന്ന പരിപാടിയിലാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഈ നരേന്ദ്രമോദി നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതിൽ ഉന്നയിച്ച വിമർശനമാണ്. അതായത് മോദിയെ പരോക്ഷമായി വിമർശിച്ചാണ് RSS മേധാവി ഇത്തരത്തിൽ ചില പ്രസ്താവനകൾ നടത്തിയത് എന്നാണ് തരത്തിലാണ് കാര്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെട്ടത് എന്നുള്ളതാണ്. കാരണം ഈ ഒരുപാട് ആളുകൾ, അദ്ദേഹം പറഞ്ഞു വെച്ചത് ഒരുപാട് ആളുകൾ രാജ്യത്തിൻ്റെ പുരോഗതിക്കായി പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്കൊന്നും പേരോ പ്രശസ്തിയോ ആഗ്രഹിക്കാതെയാണ് അവർ പലരും പുരോഗതിക്കായി പ്രവർത്തിച്ചത്. അവർക്കൊന്നും അത്തരത്തിൽ പേരോ പ്രശസ്തിയോ അല്ലെങ്കിൽ ആ പുരോഗതി തങ്ങളുടെ പേരിൽ എഴുതി ചേർക്കാനോ ഒന്നുമുള്ള ശ്രമം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം ഈ പറഞ്ഞ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് തനിക്ക് യാതൊരു ആശങ്കയുമില്ല, നല്ല കാര്യങ്ങൾ സംഭവിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത് ഇത്തരത്തിൽ നരേന്ദ്രമോദിക്കെതിരെയുള്ള ഒളിയമ്പാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അത് ചിലർക്ക് സൂപ്പർമാൻ ആകാൻ ആഗ്രഹമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പിന്നീട് ദേവതയാകാനും അതിനുശേഷം ഭഗവാനാകണമെന്നും തോന്നുമെന്നും പറഞ്ഞു. ഭഗവാനായാൽ പിന്നെ വിശ്വരൂപമാകാനും ആഗ്രഹിക്കുന്നുവെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു എന്നായിരുന്നു അത്തരത്തിലാണ് പ്രസ്താവന വന്നത്. അതിനെ വ്യാഖ്യാനിക്കപ്പെട്ടത് പ്രധാനമായും നരേന്ദ്രമോദിയെ ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഇത്തരം പ്രസ്താവനകൾ എന്നുള്ളതാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ BJPയും RSSും തമ്മിൽ അസ്വാരസ്യമുണ്ടെന്ന ആരോപണം നിലനിൽക്കുകയാണ് ഈ മോഹൻ ഭാഗവത്തിൻ്റെ, RSSന്റെ സർവ്വസംഘചാലകൻ്റെ അത്തരത്തിലുള്ള പരോക്ഷ പരിഹാസം എന്ന്
എന്നതിന് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. ഇതിനിടയിലാണ് ഇതിനെതിരെ ചില BJP നേതാക്കൾ ചില പ്രതികരണങ്ങൾ നടത്താനുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ടാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം തന്നെ പരസ്യമായി അത്തരം പ്രസ്താവനകളിലേക്ക് പോകരുത് എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം RSSുമായുള്ള ബന്ധം വഷളാക്കാൻ BJP നേതൃത്വം ആഗ്രഹിക്കുന്നില്ല. അത് ഏതെങ്കിലും തരത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ശ്രമിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതൊരു കൂടിക്കാഴ്ചയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ മോഹൻ ഭഗവതിന്റെ പ്രസ്താവന വരികയും അതിനോട് പരസ്യ പ്രതികരണം വേണ്ട എന്ന ഉള്ള നിർദ്ദേശം പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത്. എൽദോ റൈറ്റ്. രഞ്ജിത്ത് രാമേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്നാലും BJP പരസ്യ പ്രതികരണത്തിനില്ല എന്നുള്ളതാണ്. അതുതന്നെയാണ് അതിൻ്റെ ഒരു തീരുമാനം. എന്താണെങ്കിലും മഴ പലയിടത്തുമുണ്ട്. വീണ്ടും വീണ്ടും ഒരുപാട് കമൻറ്റുകൾ. നമ്മൾ ആദ്യം ഈ മലപ്പുറത്തിൻ്റെയും തൃശ്ശൂരിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സായൻ കൊച്ചുപറമ്പിൽ പറയുകയാണ്, ചേട്ടാ തിരുവനന്തപുരത്തും മഴയുണ്ടെന്ന്. തിരുവനന്തപുരത്ത് വലിയ മഴയില്ലല്ലോ സായൻ. നീതു നാരായണ തൊട്ട് താഴെ പറയുന്നുണ്ട് ട്രിവാൻഡ്രം മഴ ഇന്ന് കുറവുണ്ടെന്ന്. വലിയ മഴ ഇവിടെ തെക്കൻ ജില്ലകളിലില്ല. എന്താണെങ്കിലും ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ 5 ജില്ലകളിൽ മാത്രമാണ് അവധി പ്രഖ്യാപനമുള്ളത്. അത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ജില്ലകളിലും ഇന്ന് പ്രവൃത്തി ദിവസമാണ്. മഴ ചെറിയ മഴയൊക്കെ ഉണ്ട്. ചെറിയ മഴയത്തൊക്കെ പോകാമെന്നേ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്താണെങ്കിലും മോർണിംഗ് വൈബ്സിൻ്റെ സമയം പൂർത്തിയാക്കുകയാണ്. വീണ്ടും നാളെ ഇതേ സമയത്ത് രാവിലെ 7 മണിക്ക് തന്നെ കാണാം. നമസ്കാരം, നന്ദി.